ஹலோ guys, வெல்கம் டு கம்பல்சரி ரேஷன். ஸோ இனி நம்ம பார்த்தீங்கன்னா மலையாள மூவி ஃப்ரைடே ஆர் சாட்டர்டே இந்த வந்திருக்கோம். ஸோ வந்து மலையாள மூவி தான். இந்த மூவி வந்து சூஸ் பண்ணதுக்கு ரீசன் வந்து ஏன்னு இவர் சொல்லுவார். ஏன்னா அவர் தான் சூஸ் பண்ணார். கமெண்ட்ஸில் வந்துச்சு, எல்லாருமே இந்த படம் நிறைய போட்டுன்னு இருந்தாங்க. அவருக்கு ஒரு பாட்டு ரொம்ப பிடிக்கும், பாடுறேன்னாரு. இப்படியே கோத்து விட்டு ஹேர் ஆஃப் இளையராஜாடா. இது பார்க்க போகிற மூவி என்ன அப்படின்னு பார்த்தீங்கன்னா லாலேட்டனோட ஸ்பிரிட். ஸோ நாங்கள் இப்போ வந்து ஸ்பிரிட் வேர்ல்டில் தான் வாழ்ந்துட்டு இருக்கோம். கோரா வாட்சர்ஸ்க்கு தெரியும், அது யார் ஒரு 100 பேர் தான் பார்க்குறாங்க. பரவாயில்ல, இல்லை ஒரே ஆள் 100 வாட்டி பார்க்குறாங்களான்னு தெரியல. இருக்கும் பார்க்குறாங்க. ஓகே, நல்லா இருக்கிறத தான் பார்க்க மாட்டேங்கிறாங்க. அண்ட் மங்களவாரம் இருக்கும், அதுவும் பாருங்கள், வேறு லெவலில் இருக்குது மூவி. ஸோ இனி இந்த படத்தை யார் டைரக்ட் பண்ணினா பார்த்தீங்கன்னா ரஞ்சித். இவர் படம் பார்த்துருக்கோம் நம்ம. ஏன்னா எனக்கு எப்படி ஞாபகம் இருக்குன்னா, ஆல்ரெடி கிளிக் பண்ணிருக்கோம். பா ரஞ்சித் கிடையாது, வேற ரஞ்சித்னு சொல்லிருக்கோம். நார்மல் ரஞ்சித் பிராஞ்சியேட்டன்ரா, பிராஞ்சியேட்டன் அந்த சைன்ட்டு பிராஞ்சியேட்டன் மட்டும் தான் இவர் படம் பார்த்துருக்கோம். ஸோ இது ஒரு ரைட்டர் அவரே தான். ஸோ இந்த படத்தில் கேஸ்டிங் யார் பார்த்தீங்கன்னா மோகன்லால், நந்தலால் கிருஷ்ணமூர்த்தி, கன்னிகா, சங்கர் ராமகிருஷ்ணன். படம் வந்து நேஷனல் ஃபிலிம் அவார்ட் ஃபார் பெஸ்ட் சோஷியல் அதர் சோஷியல் இஷ்யூஸ். அது சோஷியல் இஷ்யூஸ். இது சம்திங் ஆல்கஹாலிக் சம்மந்தமான ஒரு மூவின்னு நினைக்கிறேன். நிறைய கமெண்ட்ஸ் வந்திருந்தது. இந்த படம் பாருங்க, அதனால தான் நான் சொன்னேன் நிறைய கமெண்ட் வந்தது, நானும் பார்த்தேன். இந்த படம் பார்த்தீங்கன்னா இட்ஸ் சட்டாரிக்கல் பிளாக் காமெடி. ஃபேவரட் ஜானர். சரி வளர ஃபேவரட் ஜானர். ஓகே கைஸ், இதை பற்றி கேஸ்டிங் ஹாண்டர் எல்லாமே நம்ம ஸ்பிரிட் ரியாக்ஷன் போகலாம். സ്പിരിറ്റ് ഇംഗ്ലീഷിൽ എഴുതുന്ന തന്റെ ആദ്യ നോവലിന് രഘുനന്ദനിട്ട പേര് അതാണ്. ഇപ്പോൾ പഴഞ്ചനെന്ന് തോന്നാവുന്ന ടൈപ്പ്റൈറ്ററാണ് അയാൾ എഴുതാനായി ഉപയോഗിക്കുന്നത്. വിദേശ ബാങ്കിലെ ഉദ്യോഗസ്ഥൻ, പത്രപ്രവർത്തകൻ, ഡോക്യുമെന്ററികളുടെ സംവിധായകൻ, അങ്ങനെ പലതുമായിരുന്നു അയാൾ. മദ്യപിച്ചുകൊണ്ട് മാത്രമേ അയാൾക്ക് എഴുതാനാവൂ. മദ്യപിച്ചുകൊണ്ട് മാത്രമേ അയാൾക്ക് എന്തും സ്നേഹപൂർവ്വം ചെയ്യാനാവൂ. മദ്യപിച്ചുകൊണ്ട് മാത്രമേ അയാൾക്ക് ജീവിക്കാനാവൂ. ഈ നോവൽ അയാൾക്ക് എഴുതി പൂർത്തിയാക്കാനാവില്ല, അത് പൂർത്തിയാവുകയുള്ളൂ. അയാളുടെ രാപ്പകലുകളുടെ നേർപകർപ്പാണത്. ഒരു തരത്തിൽ അയാൾ വാക്കുകളായി സ്വയം പരിഭാഷപ്പെടുകയാണ്. OV വിജയനെയും ബോബ് മാർലിയെയും, മാർക്കേസിനെയും മറഡോണയെയും, മഹാരാജപുരം സന്താനത്തെയും കുഞ്ഞുണ്ണി മാഷിനെയും സ്നേഹിക്കുന്ന അയാൾക്ക് പക്ഷേ ഏറെ സ്നേഹം തന്നെ തന്നെയാണ്. എ മിസറബിൾ നാർസിസിസ്റ്റ്. തലേ രാത്രി ഏറെ മദ്യപിച്ചിരുന്നു അയാൾ. അതിന്റെ തുടർച്ചയാണ് കയ്യിലെ ഗ്ലാസ്. തലേന്ന് അയാളുടെ വിവാഹ വാർഷികമായിരുന്നു. നിരുപ്പത്തെ കണ്ണിയാകുறாங்களா? കണ്ണിയാല മീനാകുறாங்க വിരുപ്പത്തില്ല. അങ്ങനെ ഒരു ദൃശ്യം ഇന്നലെ ഉണ്ടായിട്ടേയില്ല. കാരണം 7 വർഷം മുമ്പ് മീര എന്ന തന്റെ ഭാര്യയുമായി നിയമപരമായി അയാൾ വിവാഹമോചനം നേടിയിരുന്നു. മീര ഇന്ന് അലക്സി എന്ന് വിളിപ്പേരുള്ള അലക്സാണ്ടർ തദേവൂസിന്റെ ഭാര്യയാണ്. രഘുവിന് മീരയിൽ ജനിച്ച ആദിത്യ എന്ന സണ്ണി അവർക്കൊപ്പമാണ്. നല്ല ക്ഷീണം ഉണ്ടാവും, പകല് മുഴുവൻ വെറുതെ ഇരുന്നിട്ടില്ലല്ലോ. സോ സാഡ്. ഷുഗർ പ്ലം കേക്ക് അവന് വലിയ ഇഷ്ടമായിരുന്നു. കുറെ നാളായി ഞാനൊരു കേക്ക് ബേക്ക് ചെയ്തിട്ട്. ഇത് സത്യത്തിൽ ഈ കേക്ക് എനിക്ക് വേണ്ടിയാണോ? ഒരു സ്ലൈഡ് സർക്കാസ്റ്റിക് ലൈനില്. സോറി, അല്ല, എന്നെ ഊതിയതാണോന്ന്. എന്റെ ആദ്യ വിവാഹത്തിന്റെ ആനിവേഴ്സറി ആണെന്ന്. മീര, ഞാൻ അങ്ങനെ ചെയ്യൂ? ചിന്തിച്ചു പോലുമില്ല. ചുമ്മാ പറഞ്ഞതാട്ടോ. കേക്ക് മാത്രം പോരാ, എനിക്കൊരു വൈനൂടെ വേണം. ലെറ്റ് മീ സെലിബ്രേറ്റ്. തലേ രാത്രി ബാർ അടയ്ക്കും വരെ തനിച്ചിരുന്ന് കുടിക്കാനായിരുന്നു അയാളുടെ യോഗം. സാർ, താൻ കല്യാണം കഴിച്ചതല്ലേ? അതെ, 2 പിള്ളേരും ഉണ്ട്. ഭാര്യയെ ഡിവോഴ്സ് ചെയ്യണം തോന്നിയിട്ടുണ്ടോ? ഇല്ല. അല്ല, ഒരുങ്ങിയിട്ടുണ്ടോന്നല്ല, തോന്നിയിട്ടുണ്ടോ? ഇല്ല. എന്താ സാർ? അല്ല, അതിനൊരു യോഗം വേണം. ജോൺ സാർ, ഒരു ബോട്ടിൽ വോഡ്ക പാസ് വേണോ സാർ? ഇതെന്നും പൊതിഞ്ഞു വരുമ്പോ ചങ്കിടിക്കും. റീറ്റെയിൽ പ്രൈസിന്റെ 6 ഇരട്ടി വരുവേ. 1-2 പെഗ് മതിയാവോ? പോരാ, വിലയുടെ കാര്യം വിട്. വില കൊടുത്താലും കിട്ടാൻ പാടുള്ള ലിവർ അല്ലേ ജോൺസാ നമ്മൾ അടിച്ച് തകർക്കുന്നത്. പിന്നാണോ ഇത്? താൻ ബോട്ടിലിട്. ഐ എം ഗോയിങ് ടു സെലിബ്രേറ്റ് ദിസ് നൈറ്റ് ആൻഡ് ഐ ഹാവ് എ റീസൺ ഫോർ ദാറ്റ്.
ശരിക്കും സെലിബ്രേറ്റ് ചെയ്യേണ്ടത് രഘുവുമായി പിരിഞ്ഞ ദിവസത്തിന്റെ ആനിവേഴ്സറിയാ. ലിബറേഷന്റെ ഓർമ്മ ദിവസം. അയാളുടെ ഇന്റലിജൻസിനോട് എനിക്ക് എന്നും റെസ്പെക്റ്റേ ഉള്ളൂ. ഒരു കമ്പാരിസണും ഇല്ല ഞങ്ങൾ തമ്മിൽ. ഒരു സാധാ കോലഞ്ചേരി അച്ചായന്റെ അപ്പുറത്തേക്ക് ഞാൻ ഒട്ടും വളർന്നിട്ടുമില്ല. ഇന്റലിജൻസ് അതൊക്കെ ശരിയാ. എന്ന് വെച്ച് കമ്പ്യൂട്ടറിനെ കേട്ടി കൂടെ പൊറുക്കാൻ കഴിയൂ? ആരഗൻസും കൂടിയും ഇന്ന് കാണുന്നതിന്റെ ഇരട്ടി അന്നൊക്കെ ദേഷ്യം, സകലതിനെയും പുച്ഛം. അവനവനെ അല്ലാതെ ഒന്നിനെയും സ്നേഹവും ഇല്ല, റെസ്പെക്റ്റും ഇല്ല. ഇംഗ്ലീഷിലൊരു നോവൽ എഴുതി തുടങ്ങിയിട്ട് കുറച്ചു കാലം ആയല്ലോ. ആ സീനിലൊക്കെ പ്രൂവ് ചെയ്ത എല്ലാരെയും പുച്ഛാണ്. അരുന്ധതി റോയ് ട്രാഷ്, അരവിന്ദ് അടിക ചവർ, വികാസ് സ്വരൂപ് പറ്റപോക്ക്, VS നൈപാൽ തരക്കേടില്ല. വെൽ, I'll tell you something. He is a rare breed. அது வந்து இதுக்கு முன்னாடி 7 வருஷம் முன்னாடி வந்தது அது. 7 സമുദ്രങ്ങളിലും കപ്പൽ ചാലുകൾ തീർത്ത ക്യാപ്റ്റൻ കൃഷ്ണൻ കർത്ത എന്ന അയൽക്കാരന്റെ ഉറക്കം കെടുത്തുകയാണ് ഇനി അയാൾ ചെയ്യുക. ഞാനിന്ന് കാശാറോസിൽ പോയിരുന്നു. എൻ്റെ ഒരു പഴയ ഫ്രണ്ട് മഹാരാഷ്ട്രയൻ, അവനും ഭാര്യ അവിടെ താമസിക്കുന്നുണ്ട്. രഘുവിനെ അവിടേക്ക് കാണുന്നില്ലെന്ന് പറഞ്ഞു. ശരി അലക്സി, ഞാൻ പോയിരുന്നല്ലോ. എന്നായിരുന്നു അത്? പറഞ്ഞാലും കുഴപ്പമൊന്നുമില്ല. നല്ല രസമായിട്ട് വെള്ളം അടിച്ചോണ്ടിരിക്കുമ്പോ ഒരുത്തൻ എക്സ് വൈഫിന്റെയും അവരുടെ പുതിയ ഭർത്താവിന്റെയും കൂടെ ഇത്ര ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ മിങ്കിൾ ചെയ്യാൻ കഴിയുന്നു? വല്ല കാര്യമുണ്ടോ അവിടെ? ഞാൻ വായത്തോന്ന് പറയുകയും ചെയ്തു, ഒരു ചവിട്ടം വെച്ചു കൊടുത്തു. ഇവന്മാരെന്താ വിചാരിച്ചിരിക്കുന്നത്? ഈ വിവാഹമോചനം എന്ന് പറഞ്ഞാൽ അത്ര വലിയ പാപമൊന്നുമല്ല. ഇറ്റ്സ് എ സൊല്യൂഷൻ. ഒരു പ്രോബ്ലം എത്ര ശ്രമിച്ചിട്ടും നേരെയാവാൻ ചാൻസ് ഇല്ലാത്ത ഒരു പ്രോബ്ലം സോൾവ് ചെയ്യലാണത്. പ്രണയം, വിവാഹം, വേർപിരിയൽ, ഇതെല്ലാം അനുഭവിക്കാൻ ഒരു ജീവിതമല്ലേ ഉള്ളൂ. ഓർമ്മകളായി മാറുമ്പോഴല്ലേ എന്തിനും ചന്തം കൂടുക. ഡു യു നോ ദാറ്റ് ക്യാപ്റ്റൻ? ഞാൻ രഘുവിന്റെ മൂഡ് സ്പോയിൽ ചെയ്തു. നോ, നെവർ. ഞാനല്ലേ ക്യാപ്റ്റൻ. എന്നും മറ്റുള്ളവരുടെ മൂഡ് സ്പോയിൽ ചെയ്യുന്നു. Hey, take it easy. I'm sorry. It's all right. Leave it. I'm sorry. சுரேஷ் கோபி காலங்கத்தில் வந்துருது. அந்த திலக்கு സാർ ഒരു നിയാസ് ഭായ്, ഇത് പുള്ളിക്കാരുടെ സ്ഥിരം സീറ്റാണല്ലേ? അത് ഫോണ് ചെയർ ഫ്രീ ഉണ്ട്. നോ പ്രോബ്ലം. അത് വെച്ചോ, ഞാൻ കൊണ്ടുവന്നോളാം. ഇറ്റ്സ് ഓൾ റൈറ്റ്. താങ്ക് യു ഭായ്. ഹലോ സാർ. ജോൺസാ, 2012 தானே படம். இது என்னது? ஃபோன் எடுத்துன்னு வரேன்னு சொல்லிட்டு அது எடுத்துன்னு வந்துட்டு போல. ஹெட்செட் போலடா. இது கனெக்ட் ஆயிருக்கு ப்ரோ ஃபோன்ல. vodka with water, sunshine. ഓഹോ, ഇന്ന് ഷോ ഉണ്ടല്ലോ അല്ലേ? Makes me happy. പ്രോഗ്രാം ഉള്ള ദിവസം ഇവിടെ ഇരിക്കുന്നവർക്ക് എല്ലാവർക്കും ഷോ ദ സ്പിരിറ്റ് കണ്ടാ മതി. സ്പിരിറ്റ് അടിച്ചുകൊണ്ട് ചെയ്യുന്ന ഷോ സ്പിരിറ്റ് അടിച്ച് തന്നെ കാണണം. ஹெட்செட் போலடா. ஹெட்செட் தான்டா அது. இல்ல இல்ல. வாழ்நாள் ஃபுல்லா இந்த மாதிரி பார்த்ததே இல்ல. രഘുനന്ദൻ, കണക്ട് മീ ടു രാമേന്ദ്രൻ. എടി കൊച്ചെ, ന്യൂസിലെ രാമേന്ദ്രൻ കൊടുക്കാൻ അയാളുടെ മൊബൈൽ ഓഫാണ്. ഓൾറെഡി യാങ്കി പ്രൊനൗൺസിയേഷൻ എനിക്കറിയാവുന്ന വെച്ചാ ഭരണങ്ങാനത്തുള്ള. നീ നടക്ക്. ആ രാമു, നീ അത് അയച്ചില്ലേ ആ ഫോട്ടോസ്? ഡം മറന്ന ആ മന്ത്രി മുരളീകൃഷ്ണന്റെ അയക്കേ. ആ, ഹൗസ് ഡൽഹി. നിന്റെ തടിച്ചി പെൺപിള്ളേർക്കെല്ലാം സൗഖ്യം? ആരോട് എന്റെ അന്വേഷണം പറയണ്ട. ഹിന്ദി ടിവിയിലെ ന്യൂസ് പ്രൊഡ്യൂസർ രാമേന്ദ്രൻ മിടുക്കന, സ്ഥൂല നിതംബനികളുടെ ആരാധകൻ. കേൾക്കാം, പറഞ്ഞോ. ആ, സാറ് വേറെ ഫോണില്ല, ഞാൻ തിരിച്ചു വിളിപ്പിക്കാം. ശരി. ഞാൻ പറഞ്ഞിരുന്നു. ക്യാബിനറ്റ് നാളേക്ക് മാറ്റി. ഞാനിപ്പോ നേരെ ന്യൂസ് ടിവിയുടെ അതെ ഷോ ദ സ്പിരിറ്റ്. അതെ, രഘുനന്ദൻ. അറിയാം, ഞാനും കാണാറുണ്ടല്ലോ. ശരി, അത് കഴിഞ്ഞ് ഞാൻ നേരെ ഗസ്റ്റ് ഹൗസിലേക്ക് വരാം. അവിടെ വന്നാ മതി. ശരി മാധവേട്ട, ഷോ ദ സ്പിരിറ്റ് എന്ന് പറയുമ്പോഴേ നെഗറ്റീവ് റെസ്പോൺസ് ആണല്ലോ എല്ലാവർക്കും. പോയി തലവെച്ചു കൊടുത്തവരുടെ അനുഭവം അങ്ങനെയാ. എന്ന് വെച്ചാ പുള്ളിയുടെ മുന്നിൽപ്പെട്ട കടുവാ കൂട്ടി ചെന്ന് കയറിയ അവസ്ഥയാ. ചോദിക്കുന്ന ചോദ്യങ്ങളോ മുളകരച്ചതിൽ മുക്കി സർവ്വദൂരത്തിലൂടെയും തരുന്നതിന് തുല്യമാണ്. എന്നാ പുല്ലിന് പോണ്ടെന്ന് വെച്ചാലോ അതും പണിയാ. പേടിച്ച് പിന്മാറി എന്നുള്ള രൂപത്തില് ഒരു സ്പെഷ്യൽ എപ്പിസോഡ് ഉണ്ടാക്കും. ഒരു മറുവെട്ടിന് എന്താ മാധവേട്ട കാട്? വിവരവും വെള്ളിയാഴ്ച ഇല്ലാത്ത ഈ മനുഷ്യൻ നല്ല തണ്ണിയാണെന്നുള്ള കാര്യം അറിയാലോ. അതാരോ പറഞ്ഞു. ഫാമിലി ലൈഫ് ആകെ അലൈൻമെന്റ് തെറ്റിയതാ. ഭാര്യ ഡിവോഴ്സാ, ഒരു കൊച്ചുണ്ട്. അതെടുത്തു വെച്ച് നീട്ടിയ അതിൽ പതറും. ശരി, വിഷയം കറങ്ങിത്തിരിഞ്ഞ് ആ ഭാഗത്തേക്ക് വന്നാൽ ആ തുറപ്പുറക്കാം. അതിൽ തീരും. കോൺഫിഡൻസ് അങ്ങ് പൊളിയും. നമുക്കിനി പ്രോഗ്രാം ഒന്ന് കാണാം. ഞാനിത് സ്ഥിരമായിട്ട് കാണുന്നതാ.
ജൂനിയർ ഗന്ധർവനല്ലേ, ഞാൻ അതിന്റെ ഒരു സ്ഥിരം വ്യൂവറാ. ശേഷേ റിയാലിറ്റി ഷോയോ? അതിനൊക്കെ കോമൺ സെൻസ് ഉള്ളവർ ഇരുന്ന് കൊടുക്കൂ. ഇത് ഷോ ദി സ്പിരിറ്റ്. അയ്യോ, ഞാനൊരു ഒറ്റ എപ്പിസോഡും വിടാതെ കാണുന്നതാ. രഘുനന്ദൻ ആളൊരു ബ്രില്യൻ കക്ഷിയാട്ടോ. ഞങ്ങളുടെ നൈബറാ, ദാ നേരെ മുന്നിലാ താമസം. ഹീസ് എ റിയൽ ജീനിയസ്. ഫ്രഞ്ച്, സ്പാനിഷ്, ജർമ്മൻ, അങ്ങനെ 5 ലാംഗ്വേജസ് അറിയാം. ഇപ്പോ ഒരു നോവൽ എഴുതിക്കൊണ്ടിരിക്കുന്നു ഇംഗ്ലീഷിൽ. ഒക്കെ ശരിയാ, പക്ഷേ കോളനിയിൽ ലേഡീസ് ഇട്ടിരിക്കുന്ന പേര് താമരാന്നാ. എന്ത് താമര? എപ്പോഴും വെള്ളത്തിൽ കിടക്കുന്ന താമരയില്ലേ, ഫുൾ ടൈം കുടിയാ. അത് ഈ അടുക്കള പാർട്ടീസിന്റെ ഗോസിപ്പാ. ഒരാളിന്റെ കഴിവിന് ബഹുമാനിക്കാൻ പഠിക്കണം. അത് മലയാളീസിന് ഇല്ലല്ലോ. ഇന്ന് ആരാണോ രഘുവിന്റെ ഗസ്റ്റ്? മന്ത്രി മുരളീകൃഷ്ണൻ. ആരെന്നറിയാമോ? നമ്മുടെ ആളാണ് രഘു സാർ. നല്ല ഈടവാ. എന്തിനാണ് ആ പാവം മനുഷ്യനെ വെറുതെ കുറ്റം പറയുന്നത്? ഇവന്മാര് വെള്ളം അടിച്ച അഭിനയി, നമ്മള് വെള്ളം അടിച്ച ജീവിക്കും. കറക്റ്റ്, ആളെ അടിക്ക്. മന്ത്രി റെഡി. രാജാവ് എഴുന്നള്ളുന്നു പറ. എന്താ നാളെ ഇത് ഇടാൻ അറിഞ്ഞൂടെ? ഒന്നുകൂടെ ഒഴി. ന്യൂസ് ടിവിയുടെ പ്രേക്ഷകർക്ക് സുസ്വാഗതം. ഞാൻ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഇന്നത്തെ അതിഥിയെ, ബഹുമാനപ്പെട്ട സാംസ്കാരിക വകുപ്പ് മന്ത്രി ശ്രീ മുരളീകൃഷ്ണൻ ആൻഡ് മാസ്റ്റർ ഓഫ് ദി ഷോ ശ്രീ രഘുനന്ദൻ. മുരളീകൃഷ്ണൻ, ഗുരുവായൂർ ഭക്തി പ്രസിദ്ധം. എല്ലാ മാസവും കഴിവെങ്കിൽ മലയാള മാസം 1-ാം തീയതി ഗുരുവായൂർ ക്ഷേത്ര സന്ദർശനം. നിർമാല്യവും വാഗചാർത്തും തൊഴുത് കദളിക്കുല തൃപ്പടിയിൽ വഴിപാട് വെച്ച് നമ്മുടെ ദേവസങ്കല്പങ്ങളിൽ ഏറ്റവും റൊമാൻറ്റിക് ആണ് മുരളീകൃഷ്ണൻ സാറും. റൊമാൻറ്റിക് ആയ ഒരു മനസ്സിന് ഉടമയാണെന്നാണ് അറിഞ്ഞ ചരിത്രം പറയുന്നത്. കോളേജ് രാഷ്ട്രീയ രംഗത്ത് ശോഭയാർന്ന താരം. ഇടതുപക്ഷ വിദ്യാർത്ഥി സംഘടനയുടെ അധീശത്വം. വർഷങ്ങളായി പുലരുന്ന എറണാകുളം മഹാരാജാസിന്റെ യൂണിയൻ തെരഞ്ഞെടുപ്പിൽ സകലരെയും അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ആർട്സ് ക്ലബ് സെക്രട്ടറി സ്ഥാനത്തേക്ക് തെരഞ്ഞെടുക്കപ്പെടുമ്പോൾ തന്റെ സംഘടനയ്ക്ക് ആ ഒരു സീറ്റ് മാത്രമേ അക്കുറി കിട്ടിയിരുന്നുള്ളൂ. വ്യക്തിപ്രഭാവം അത് മാത്രമാണ് കൊടിപാറിച്ചത്. പാട്ട്, മിമിക്രി, നാടകം, അങ്ങനെ പലതായിരുന്നു കഴിവ് തെളിയിച്ച മേഖലകൾ. കണ്ണന് ഗോപികമാരെന്ന പോലെ അനവധി കൂട്ടുകാരികൾ ഉണ്ടായിരുന്നു മുരളീകൃഷ്ണന്. ഈ പ്രോഗ്രാം താങ്കളുടെ ഭാര്യ കാണുന്നുണ്ടെങ്കിൽ അവരും ആസ്വദിക്കട്ടെ ഈ തമാശ, അല്ലെ? തീർച്ചയായും. താങ്കളുടെ പ്രോഗ്രാമിന്റെ പേര് തന്നെ ഷോ ദ സ്പിരിറ്റ് എന്നാണല്ലോ. എല്ലാം സ്പോർട്ടീവ് സ്പിരിറ്റിൽ എടുക്കാൻ അവൾക്ക് കഴിയും. അതാണ് ഒരർത്ഥത്തിൽ എന്റെ ഉയർച്ചയുടെ രഹസ്യവും. ഗുഡ്. ഉയർച്ച എന്നൊരു വാക്ക് താങ്കൾ ഉപയോഗിച്ചു. അതിനോട് ചേർന്ന് തന്നെ ചോദിക്കട്ടെ, എന്താണ് താങ്കൾ ഉദ്ദേശിക്കുന്ന ഉയർച്ച? ആദ്യത്തെ ഊഴത്തിൽ തന്നെ MLA ആയി, അപ്രതീക്ഷിതമായ മന്ത്രി പദവി, അതും ടൂറിസവും സാംസ്കാരികവും. ഈ സ്ഥാനമാനങ്ങൾ ലക്ഷ്യം വെച്ച് നടത്തിയ യാത്ര ഫലപ്രാപ്തിയിലെത്തി എന്നതാണോ ഉയർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അല്ലല്ല, അങ്ങനെയല്ല. ഒരു പൊതുപ്രവർത്തകൻ എന്ന നിലയിൽ താങ്കൾ പറഞ്ഞ പോലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ തുടങ്ങി ഇപ്പോൾ ഈ നിമിഷം താങ്കളുടെ മുന്നിലിരിക്കുന്നതുവരെയുള്ള യാത്രയിൽ ഞാൻ പാലിച്ച സംശുദ്ധത, അതിനെയാണ് ഒരു വ്യക്തി എന്ന നിലയിൽ ഞാൻ ഉയർച്ച എന്ന് വിശേഷിപ്പിക്കുന്നത്. അതിലുള്ള ആ സംശുദ്ധമായ കർമ്മപദത്തിലെ യാത്രയ്ക്ക് കിട്ടിയ അംഗീകാരങ്ങൾ മാത്രമാണ് ഈ സ്ഥാനലബ്ധി, അല്ലേ? പിന്നല്ലാതെ. അഭിനന്ദനങ്ങൾ ശ്രീ മുരളീകൃഷ്ണൻ. താങ്ക് യു. നായാടിയുടെ കൺമുനയിലെ ജാഗ്രത, കണ്ണീര് കൊണ്ട് പാദസേവ ചെയ്യാൻ തടസ്സമാവാത്ത എങ്ങനെയും വളയുന്ന നട്ടൽ, സ്വന്തം രക്ഷകനെ തിരിച്ചറിഞ്ഞ് അവന്റെ നിഴലിൽ ചവിട്ടി നിൽക്കാനുള്ള മിടുക്ക്, പടക്കളമാകെ ചിതറുമ്പോഴും അവന്റെ ഗ്രൂപ്പ് യുദ്ധം ജയിക്കുന്ന കാലത്തിന്മേലുള്ള ആത്മവിശ്വാസത്തിൽ ഉറച്ച് അവന് താങ്ങായി നിൽക്കാനുള്ള കൗടില്യ ബുദ്ധി, വിലപേശാനുള്ള ചന്തമെടുക്ക്, എന്തിനേയും വിലയിട്ട് വാങ്ങാൻ പോകുന്ന മടിശീല, ആരെ കൊന്നിട്ടായാലും അത് ഭദ്രമായി സൂക്ഷിക്കാനുള്ള സാമ്പത്തിക ശാസ്ത്ര നൈപുണ്യം, ഈ മഹത് ഗുണങ്ങളുള്ള അനവധി പേരോട് പോരടിച്ച് ഇന്ന് കസേരയിൽ വന്നിരിക്കാൻ കഴിഞ്ഞെങ്കിൽ താങ്കൾ വിജയിയാണ്. ഉയരങ്ങൾ തേടിപ്പോകുന്ന ആരോഹകൻ. വീണ്ടും അഭിനന്ദനങ്ങൾ മിസ്റ്റർ മുരളീകൃഷ്ണൻ. ഇത്ര നിരീക്ഷില്ല. സ്തോത്രം. താങ്കൾ മധുരമായി ചിരിക്കുകയും എന്നാൽ തൊടുക്കുന്ന വാക്ക് വിഷമുനയുള്ളതും ലക്ഷ്യം ഭേദിക്കുന്നതുമാണെന്നറിയാം. ചോദ്യങ്ങളുണ്ടെങ്കിൽ അതിലേക്ക് കിടക്കാം. തീർച്ചയായും. പത്രങ്ങൾ, ടെലിവിഷൻ ചാനലുകൾ എല്ലാം നമുക്ക് കേരളത്തിന്റെ ആൺനീചതയുടെ വാർത്തകളാണ് ദിനവും കൊണ്ടുവന്ന് തരുന്നത്. സ്ത്രീ ഒരു ലൈംഗിക ഉപകരണമായി മാറിപ്പോയിരിക്കുന്നു. പൊതുസ്ഥലങ്ങളിൽ, ഇരളു വീണ വഴികളിൽ, എന്തിന് സ്വന്തം വീട്ടിനുള്ളിൽ പോലും അവൾ സുരക്ഷിതയല്ല. പ്രായഭേദമില്ലാതെ അവൾ നായാടപ്പെടുകയാണ് നാടെങ്ങും. സാംസ്കാരിക കേരളം. സാംസ്കാരിക കേരളം എന്ന വാക്ക് ഒരു മുഴുത്ത തെറിയായി കഴിഞ്ഞോ? കേരളം ഇന്ന് നേരിടുന്ന സാമൂഹ്യ പ്രശ്നങ്ങളിൽ ഏറ്റവും ഗുരുതരമായ ഒന്നാണ് സ്ത്രീപീഡനത്തിന്റെ ആവർത്തിക്കപ്പെടുന്ന കഥകൾ. മദ്യപാനാസക്തിയാണ് ഇതിന് കാരണമായി നമ്മൾ ആദ്യം കാണേണ്ടത്. പുരുഷന്മാരിലെ മദ്യപാനാസക്തി കുടുംബ ബന്ധങ്ങളെ ശിഥിലമാക്കും. പല ബന്ധങ്ങളും വിവാഹമോചനത്തിൽ കലാശിക്കുന്നു. അതൊരു വലിയ സാമൂഹ്യ വിപത്താണ്. ശ്രീ രഘുനന്ദൻ വിവാഹിതനാണോ എന്ന് എനിക്കറിയില്ല. ഞാൻ വിവാഹിതനായിരുന്നു. 7 വർഷം മുമ്പ് വിവാഹമോചിതനാവുകയും ചെയ്തു. അന്നും ഇന്നും ഞാൻ മദ്യപിക്കുന്ന ഒരാളുമാണ്. ആ ദുശീലമാണോ വിവാഹബന്ധത്തിന്റെ തകർച്ചയ്ക്ക് കാരണമായത്?
ക്ഷമിക്കണം, ഞാൻ താങ്കളോട് ചോദ്യം ചോദിക്കേണ്ട ആളല്ല. എങ്കിലും തീർച്ചയായും താങ്കൾക്ക് ചോദിക്കാം. 2 പേർ ചേർന്ന് നടത്തുന്ന മനസ്സ് തുറന്ന സംഭാഷണമാണ് ഷോ ദ സ്പിരിറ്റ്. മദ്യപാനം അടക്കമുള്ള ഒരുപാട് കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടായിരുന്നു. എന്റെ ഭാര്യയായിരുന്നു മീരയ്ക്ക്. അതാണ് അവരുടെ പേര്. ഒരുമിച്ചൊരു ജീവിതം അവർക്ക് അസഹ്യമായപ്പോൾ ഞങ്ങൾ 2 പേരും ചേർന്നെടുത്ത യുക്തിപൂർവമായ ഒരു തീരുമാനമായിരുന്നു ആ വേർപിരി. അവരിന്ന് മറ്റൊരാളുമായി സുഖകരവും ആനന്ദപൂർണവുമായ ഒരു ജീവിതം നയിക്കും. ഈ നഗരത്തിൽ അല്ല, ഈ ലോകത്തിൽ തന്നെ എന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാർ അവർ 2 പേരുമാണ്. അലക്സി, മീര, ഹോപ്പ് യു ആർ വാച്ചിങ് ദ ഷോ. തിരിച്ചു വരട്ടെ സാർ അടുത്ത ചോദ്യത്തിലേക്ക്. ചോദിക്കണം. ലഹരി പദാർത്ഥങ്ങളുടെ ഉപഭോഗവും ശീലമാക്കിയ നമ്മളുടെ സമൂഹത്തിനായി, അല്ലെങ്കിൽ അവരുടെ ഭയപ്പെടുത്തുന്ന ലൈംഗിക തൃഷ്ണയിൽ നിന്ന് നമ്മുടെ അമ്മമാരെ, സഹോദരിമാരെ, പെൺമക്കളെ രക്ഷിക്കാൻ സർക്കാർ നിയന്ത്രണത്തിലുള്ള ആരോഗ്യവകുപ്പിന്റെ നിഷ്കർഷകൾ പാലിച്ചുകൊണ്ട് നടത്തുന്ന വേശ്യാലയങ്ങൾ എന്തുകൊണ്ട് ആരംഭിച്ചുകൂടാ? അത് പോയിന്റ്. മിസ്റ്റർ രഘുനന്ദൻ, മോഷ്ടാക്കളുടെ ആവശ്യാർത്ഥം ഇനി നാട്ടിൽ രാത്രികാലങ്ങളിൽ വീടുകളൊന്നും പൂട്ടിയിടാൻ പാടില്ല, മോഷ്ടാക്കളും മനുഷ്യരാണ്, അവർക്കും ജീവിക്കണ്ടേ എന്നൊക്കെ പറയുമ്പോലുള്ള സില്ലി സ്റ്റുപ്പിഡിറ്റിയാണിത്. നോക്കൂ സുഹൃത്തെ, നമ്മുടെ ജന്മഭൂമിക്ക് മഹത്തായ ഒരു പാരമ്പര്യമുണ്ട്, സംസ്കാരമുണ്ട്. ഇന്ത്യയിലെ ചില നഗരങ്ങളിൽ സർക്കാർ അനുമതിയോടുകൂടി ഇത്തരം സാമൂഹ്യ വിരുദ്ധ സ്ഥാപനങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. അതിന് ചരിത്രപരമായ കാരണങ്ങളുമുണ്ട്. എന്ന് വെച്ച് അതൊരു നിയമമായി അംഗീകരിച്ച് നടപ്പിലാക്കുക എന്ന് പറയുന്നത് അരാജകത്വമാണ്. ഇറ്റ്സ് ആന്റി സോഷ്യൽ. വലിയ ഡിബേറ്റിനുള്ള വിഷയമാണ്. വിശദമായ ചർച്ച എന്ന അത്യാഹിതം പിൽക്കാലം സംഭവിക്കട്ടെ. വ്യക്തിപരമായി താങ്കൾ വേശ്യാലയങ്ങൾക്കെതിരാണ്? തീർച്ചയായും. ആ തൊഴിൽ ചെയ്ത് ജീവിക്കാൻ വിധിക്കപ്പെട്ട സഹോദരിമാരെ പുനരധിവസിപ്പിക്കണം. എന്റെ സർക്കാർ അതിൽ പ്രതിജ്ഞാബദ്ധരാണ്. അവരുടെ നരകതുല്യമായ ജീവിതങ്ങളെ നേരിട്ടറിയാൻ താങ്കൾ ഏതെങ്കിലും വേശ്യാലയങ്ങൾ സന്ദർശിച്ചിട്ടുണ്ടോ? നെവർ. ഞാനിത് വിശ്വസിക്കണോ മിസ്റ്റർ മുരളീകൃഷ്ണൻ? സത്യം വിശ്വസിക്കണം, മുൻധാരണകളില്ലാതെ. അതാണ് അന്തസ്സുള്ള മാധ്യമ പ്രവർത്തനം. ആ ഉപദേശത്തിന് നന്ദി. കഴിഞ്ഞ മാർച്ചിൽ മക്കാവോ ഐലൻഡിലേക്ക് സാർ ഒരു യാത്ര പോയിരുന്നല്ലോ. ടൂറിസം മിനിസ്റ്റർ എന്ന നിലയിൽ അങ്ങനെ യാത്രകൾ ഒരുപാട് ചെയ്യേണ്ടി വരും. കണ്ടറിയണമല്ലോ പലതും കണ്ടു ബോധ്യപ്പെടണം. നിങ്ങൾക്ക് മുമ്പ് ഇതേ ചെയറിലിരുന്ന പലരും ഇത്തരം യാത്രകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ മെക്കാവിലെ സാൻ പെഡ്രോ എന്ന 5 നക്ഷത്ര വേശ്യാലയത്തിൽ താങ്കൾ നടത്തിയ സന്ദർശനം എന്തിനായിരുന്നു എന്ന് ഞാൻ ചോദിക്കുന്നില്ല. കാരണം സർക്കാർ ചെലവിലായാലും സ്വന്തം ചെലവിലായാലും സാൻ പെഡ്രോയിലേക്ക് ഒരാൾ പോകുന്നത് നന്നായി ഉണ്ണാനും ഉറങ്ങാനും അല്ല സാർ, വ്യഭിചരിക്കാനാണ്. അസംബന്ധം, തികഞ്ഞ അസംബന്ധമാണ്. ഈ ഫോട്ടോഗ്രാഫ്സ് അത് ഫേക്ക്. ഉടലും തലയും ഒട്ടിച്ചു ചേർത്ത് ഫേക്ക് ഫോട്ടോസ് ഉണ്ടാക്കുന്നത് ഇക്കാലത്ത് കിൻഡർ ഗാർട്ടനിലെ കുഞ്ഞുങ്ങൾക്ക് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതല്ലാതെ എന്തുണ്ട് മറ്റു തെളിവുകൾ എന്ന് ചോദിക്കുന്നു സാർ. ഞാൻ ഉത്തരിക്കാൻ തയ്യാറാണ്. മറുപടി പറയടാ. ഇല്ല, ഈ വ്യക്തിഹത്യയുടെ വേദിയിൽ ഇനി ഒരു നിമിഷം എനിക്ക് ഇരിക്കാൻ പറ്റില്ല. ഇത് കരുതിക്കുട്ടിയുള്ള അപമാനിക്കലാണ്. ഇതിന്റെ പിന്നിൽ പല ദുഷ്ടശക്തികളുമുണ്ട്. പൊതുപ്രവർത്തകന്മാരെ വ്യക്തിഹത്യ ചെയ്യുന്ന തന്റെ ഈ പ്രോഗ്രാം ഉണ്ടല്ലോ, ഐ ആം സോറി, ലെറ്റ് മീ ഗോ. ഷോ ദ സ്പിരിറ്റ് കാണുന്ന പ്രേക്ഷകർക്കറിയാം, ഈ പ്രോഗ്രാമിന്റെ പല എപ്പിസോഡുകളും ഇങ്ങനെ കോപത്തിന്റെ പൊട്ടിത്തെറിയിലാണ് തീർന്നിട്ടുള്ളത്. പലതും പാതി വഴിയിൽ മുടങ്ങിപ്പോകാറുമുണ്ട്. ഇതിന്റെ ഒന്നും പോസ്റ്റ്മോർട്ടം ഞങ്ങൾ നടത്താറുമില്ല. നിങ്ങൾ കണ്ട വിളറിയ കോപം കൊണ്ട മുഖങ്ങൾ മാത്രമാണ് ഞങ്ങൾക്ക് കാട്ടിത്തരാനുണ്ടായിരുന്നത്. ഏത് മറവിലും വിജനദ്വീപിലും ഞങ്ങളുടെ കണ്ണുകൾ ചിലരെ തേടി നീളാറുണ്ട്. അത് ഇനിയും തുടരും. ഐ എം രഘുനന്ദൻ സൈനിങ് ഓഫ് ഫ്രം ഷോ ദ സ്പിരിറ്റ്. ശുഭരാത്രി, ഗുഡ് നൈറ്റ്. ബിനായ്, കുറച്ച് വെള്ളം കൊടുത്തയക്കടാ. എന്തൊരു ഉറക്കായത്. എഴുന്നേക്കച്ച, സമയം എത്രയെന്ന് അറിയോ? politician Hey Sunny, naughty Sunny. Hello Alex. Hi sir, how's your stay? Very peaceful. Really a nice place. നിങ്ങളും കുടുംബം ഇവിടെ തന്നെ താമസിക്കുന്നതിന്റെ എല്ലാ അഡ്വാൻറ്റേജസ്. Actually this is not a resort, it's my home. Very good. Magan? Hi young man. What's your name? അയാൾ സംസാരിക്കില്ല. കേൾവിയും. I'm sorry. It's all right. My name is Aditya. My pet name is Sunny. Good. Hi Sunny. Hi Raghu. phone எப்படி வச்சு பேசுறாங்க? He's fine. எதுக்கு அவர் ரிசீவர் வர? എന്ത് പറ്റി? Nothing. இல்ல என்ன அது? போனா இல்ல Raghu. ஃபோன் தான கையில? ஒரு கையில இருக்குது போன்டா. அது வந்து ஹெட்செட் அது ரிசீவர் ஸ்டைலிஷ் அது. இது மதுரை பத்து விஜய் இங்க பவுச் கட்டினோம். அப்படி பண்ணு. பில்ഡപ്പ് பண்றோமோ തോന്നുമ്പോഴാണോ കേറി വരുന്നത്? ഒരു കപ്പ് കാപ്പിക്ക് എത്ര നേരം കാത്തിരിക്കണം? അല്ല 9 മണിക്ക് മുമ്പ് വരണ്ടാന്ന് കഴിഞ്ഞ ദിവസം ബ്ലാക്ക് കോഫി എടുക്ക്. പഠിപ്പൊക്കെയുള്ള ആളാണ്, പക്ഷെ ഗ്യാസ് കത്തിക്കാൻ മാത്രം അറിയില്ല. അറിയാഞ്ഞിട്ടല്ല, പേടിയാ.
കഥനക്ക് തീ കൊളുത്താൻ നിക്കണ മാതിരിയല്ലേ Fourth wall breaking. തീ അങ്ങോട്ട് തൊട്ടാ പൊട്ടിച്ചെതറുന്ന വിചാരം. എന്തോരം പഠിച്ചിട്ട് എന്താണ്, സ്വത്തുണ്ടായിട്ട് എന്താണ്? തൊണ്ട തായിക്കുമ്പോ ഒരു ഗ്ലാസ് കടുങ്കാപ്പി ഇടാൻ കഴിഞ്ഞില്ലേ പിന്നെ ആളിനെ എന്തിനു കൊള്ളാം? ഒന്ന് തൂത്തു തുടച്ചിട്ടാലോ? ഫുള്ള് പൊടിയാണ്. ഇന്ന് വേണ്ട പൊയ്ക്കോ. കഴുക തുണി എന്തെങ്കിലും? ഇല്ല ഒന്നുമില്ല പൊയ്ക്കോ. തൂക്കാനും തുടയ്ക്കാനും പറയുമ്പോ എന്നും ഒരേ പല്ലവിയാണ്. ഇന്ന് വേണ്ട. എന്തൊരു മനുഷ്യനാണപ്പാ. എന്നാ ശമ്പള സമയത്തിന് തരുന്നുണ്ട്. മേശരിയാ, ഞാൻ കണ്ടില്ലായിരുന്നു. സുഖം തന്നെ. ഓ എന്നാ പറയാനാടാ, സുഖം അങ്ങോട്ട് കൂടിയിട്ടേ നിക്കാനും ഇരിക്കാനും വയ്യാത്ത അവസ്ഥയായി. അയ്യോ, എന്നിട്ട് ആരെയും കാണിച്ചില്ലേ? കാണിച്ചു. ഇന്നലെ വൈകുന്നേരം ആ റോഡിലിറങ്ങി 2-3 നേരം ജൗളി പൊക്കി കാണി. ഇപ്പൊ കുറച്ച് സുഖമുണ്ട്. എനിക്ക് രാവിലെ പണിയുണ്ട്, ഞാൻ അങ്ങോട്ട് പോട്ടെ. ഒരു ക്വാർട്ടറിനുള്ളത് വന്നിട്ട് പോടാ. എന്റെ 5 രൂപ പോലും ഇല്ല മേശരി. അപ്പൊ നിനക്കിവിടെ കടം കിട്ടുമോ? ഞാൻ സാധനം വാങ്ങിക്കാൻ വന്നതല്ല, ഒരാളെ നോക്കി വന്നതാ. അവ ഇല്ല പോട്ടാ. പണി പഠിപ്പിച്ച ആശാന്റെ ചങ്കി പിരിവെട്ടാനായി ഇല്ലടാ മണിയാ. കൊണം പിടിക്കല കേട്ടോടാ പൊന്നുമോനെ. കുംഭകോണേ കൃതം പാപം കുംഭകോണേ വിനശ്യതി. കുംഭകോണത്ത് ചെയ്ത പാപം കുംഭകോണത്ത് തന്നെ നാശമടയുന്നു. ഏത് കോണത്തിൽ നിന്നാണ് ഒരു കോട്ടനുള്ളത് കിട്ടുക? എന്താണ്? കണ്ടോന്റെ വീട്ടിലൊക്കെ തെണ്ടി നടന്നാലേ എനിക്ക് തിന്നാനുള്ള ആരെടുത്ത് തരുമോടി? അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. പല പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ആഹാരം എടുത്ത് വെച്ചിട്ട് പോണോന്ന്. അവിടെ എടുത്ത് വെച്ചിട്ടുണ്ടല്ലോ. വീട്ടിലോട്ട് വാ, ബാക്കി അവിടെ തരാം. നിന്നെ തന്നെ ഇങ്ങോട്ടൊന്ന് വന്നാണ്. പാടാ അവിടെ പരമനാറി. നാണം ഉണ്ടോടാ നിനക്ക്? ആടാ പറഞ്ഞവൻ എവനെങ്കിലും തന്റെ പെമ്പറുന്ന റോഡിലിട്ട് ഇങ്ങനെ പെരുമാറോടാ. വീട്ടിൽ കെട്ടിയിട്ട് വളർത്തുന്ന പട്ടിയെ തല്ലിയ അത് കടിക്കില്ല എന്നുള്ളതുകൊണ്ടായിരിക്കും ഈ അപരാധം. വെള്ളം അടിച്ചിട്ടുണ്ടോടാ നീ? ഉണ്ടോന്ന് ഇനി മേലെ വെള്ളം അടിച്ചുകൊണ്ടെങ്ങനെ ഈ കോളനി വന്ന് കയറിയാ നീ നിന്റെ മയിൽ വാഹനം കൂടെ അത്തോട്ട് ചെന്ന് കിടക്കും. ഇഡിയറ്റ്. മനസ്സിലായടാ ചേരപ്പേ? എടാ വീട്ടിലെ പ്രശ്നം വീട്ടിൽ വെച്ച് തീർക്കണം, റോട്ടി വെച്ചല്ല. ഇറങ്ങി പോടാ പേരയുടെ ചെയ്യുന്ന. എന്താ രാവിലെ തൊട്ട് വെള്ളത്തിലാണ് സാർ. മനുഷ്യന്റെ സ്വൈരം കെടുത്ത. അതെ അല്ല മാലതി, നീ യോഗ എന്ന് പറഞ്ഞ് കുറെ നാള് നടുവളച്ചല്ലേ, പിന്നെ എന്തിനാ ഇപ്പൊ ഈ അഡ്വാൻസ് കോഴ്സ്? എന്റെ കൃഷ്ണ, ഇത് വെറും യോഗയല്ല, ഹംസയോഗയുടെ. ഹംസയോഗ മോളെന്നുള്ളത് നല്ല പ്രായമെത്തി. അവളുടെ മൂത്ത മോളുടെ എൻഗേജ്മെന്റും കഴിഞ്ഞു. നമുക്കിനി യോഗയുടെ വല്ല ആവശ്യമുണ്ടോ മാലതി? ഇനിയുള്ളതെല്ലാം ഒരു യോഗമാണെന്ന് കരുതിയാ പോരെ? 4 ദിവസത്തെ കാര്യമല്ലേ ഉള്ളൂ. എല്ലാം വെച്ചിട്ടുണ്ട് ഫ്രിഡ്ജില്. പിന്നെ എടുത്ത് ചൂടാക്കാൻ ആ പങ്കജത്തിനോട് പറഞ്ഞാലേ. അതിനൊന്നും ആരുടെയും സഹായം വേണ്ട. വീട്ടിൽ ആഹാരം ഉണ്ടെങ്കിൽ എല്ലാം ആയെന്നാ. എത്തിയിട്ട് വിളിക്കാം. ആ നേരം കളയണ്ട. ബാംഗ്ലൂർ ഫ്ലൈറ്റ് ഓൺ ടൈമാ. പിക്ക് ചെയ്യാൻ എയർപോർട്ടിന്റെ പുറത്ത് മോളുണ്ടാവും. ശരി, എയർപോർട്ടിലേക്കാ, ഞാൻ പിന്നെ വിളിക്കാം. சும்மா ஆக்டிங்கா? பாப் மார்லி பாலமுல்லி அண்ணா பொண்டாட்டி ஊருக்கு போயாச்சு. So let us celebrate. Bye. Get me liberated, wild boys. പകലടിക്കണം കള്ള്. ഏത്? അണ്ണന്റെ ഇഷ്ടം. പിന്നെ ഒരു കേസുണ്ട്. ഒരു കുഴപ്പമില്ല. ഡിസ്ട്രിക്ട് കോർട്ടിലാണെങ്കിൽ ധൈര്യമായിട്ട് അടിച്ചിട്ട് പോവാം. എനിക്കറിയാവുന്ന 3 വക്കീലന്മാരുണ്ട്. ബാറിൽ നിന്ന് അടിച്ചിട്ട് ബാറിലേക്ക് പോകുന്നവർ. പേരൊന്നും ഞാൻ ചോദിച്ചാൽ പറയില്ല, എത്ര ചോദിച്ചാലും പറയില്ല. അണ്ണാ ഇത് ആ കേസല്ല, പീസ്. ക്യാപ്റ്റൻ ആദ്യം കേസ് എന്ന് പറഞ്ഞു, ഇപ്പൊ പീസ് എന്ന് പറയുന്നു. രണ്ടിലേതെങ്കിലും ഒന്നിൽ ഓറ. എനിക്കിന്റെ സബ് ടൈറ്റിൽ ഒന്നും അറിയത്തില്ല. ഒരു പെണ്ണും പിള്ള മാലതി ഇല്ലാത്തപ്പോ വീട്ടിൽ വരാന്ന് പറഞ്ഞു. അങ്ങനെ തെളിച്ചു പറ, എന്നാലല്ലേ. ക്യാപ്റ്റന്റെ കൈ പ്രൊട്ടക്ഷൻ ഉണ്ടോ? എടോ ഇതുപോലെ സംസാരിക്കുന്നതിന് എന്തിനാണോ പ്രൊട്ടക്ഷൻ? താൻ എവിടുത്തുകാരനാ? ഞാൻ പത്തനംതിട്ടക്കാരനാ. അത് കള. ഏതായാലും സേഫ്റ്റിക്ക് വാങ്ങിക്കുന്നത് നല്ലതാ. നമ്മളൊക്കെ സാഹചര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോകുന്ന രഘുവന്തനോട് നേരിട്ട് വിട്ടാനൊക്കില്ല വട്ടന. അതയാളെ എപ്പോ TV കൂടെ പറഞ്ഞെന്ന് വെച്ചാൽ മതി.
ഞങ്ങളിവിടെ അഷ്റഫിനെ കാണാൻ വന്നതാ. ആ ഇതിന്റെ CEO അഷ്റഫ് മാറഞ്ചേരി. ഞാനേ നമ്മുടെ ഗംഗാറിന് കൊടുക്കാം. അഷ്റഫിനോട് കാര്യങ്ങൾ സൂചിപ്പിച്ചു, ഒന്നും പറഞ്ഞില്ല. ഇപ്പൊ വരാന്നും പറഞ്ഞ് ഞങ്ങൾ ഇവിടെ ഇട്ടിട്ട് പോയതാ. ഇറങ്ങിയാൽ ഉടനെ വിളിക്കാം. ഓ ഇതാ വരുന്നുണ്ട്. ആ സോറി, ഉച്ച കഴിഞ്ഞ് ഇൻവെസ്റ്റേഴ്സിന്റെ ഒരു മീറ്റ് ഉണ്ട്. കാശിറക്കിയവരുടെയൊക്കെ വായിരിക്കുന്ന കേൾക്കണമല്ലോ. ചില പേപ്പേഴ്സ് മീറ്റിംഗിന് മുമ്പ് റെഡിയാക്കാനുണ്ടായിരുന്നു. ലാഭവും നഷ്ടമില്ലാത്തൊരു അവസ്ഥയിലേക്ക് ചാനൽ എത്തിയില്ലേ? ഏയ്, ബ്രേക്ക് ഇവനാവാൻ ഇനി സമയമെടുക്കും. പ്രശ്നങ്ങൾക്കെല്ലാം പരിഹാരം കാണാൻ കഴിയും. ഞങ്ങളുടെ പ്രപ്പോസൽ അഷ്റഫ് സ്വീകരിച്ചാൽ. അറിയാം ശ്രീകുമാറേ, പക്ഷെ രഘുനന്ദൻ ചാനലിന്റെ സ്റ്റാഫ് അല്ല. ₹1 പോലും അയാൾ പ്രതിഫലവും പറ്റുന്നില്ല. ഒരൊറ്റ ഡിമാൻഡേ അയാൾക്കുണ്ടായിരുന്നുള്ളൂ. ഷോ ദ സ്പിരിറ്റ് തുടങ്ങും മുമ്പ് ഫ്രീഡം. ഞാൻ പറയണ്ടല്ലോ, ചാനൽ ആ ഒറ്റ ഷോയിന്റെ പച്ചയിലാണ് നിലനിൽക്കുന്നത് തന്നെ. എന്തായാലും അഷ്റഫ് ഒന്ന് സംസാരിക്കേ. മുരളീകൃഷ്ണന്റെ മക്കാവോ യാത്രയുടെ ഫോട്ടോസിങ് വാങ്ങിച്ചു തന്നാ മതി. ഈ കൊള്ളരുതാത്തവനെ മന്ത്രിസഭയിൽ നിന്ന് പിടിച്ച് വെളിയിൽ കളയാന്ന് പറഞ്ഞാൽ അതും മാധ്യമധർമ്മമല്ലേ? രഘുനന്ദനോട് ഇതിലും വലിയ വെള്ളിയാഴ്ച വന്നിട്ട് ആ വാപ്പ പള്ളി പോയിട്ടില്ല. അല്ല, നിങ്ങളിൽ ആരാ മന്ത്രി കുപ്പായം തെച്ച് റെഡിയായി നിൽക്കുന്നത്? അതൊക്കെ അഷ്റഫ് വഴിയേ അറിയും. 2 കോടി രൂപയാണ് അഷ്റഫിന്റെ ടേബിളിൽ വീഴാൻ പോകുന്നത്. 4 പടങ്ങൾ ഇമെയിൽ ചെയ്യേണ്ട പണിയേ ഉള്ളൂ. ഗംഗാരൻ ചേട്ടാ, ഈ ഫോട്ടോ എന്ന് പറയുന്നത് ചാനലിന്റെ പ്രോപ്പർട്ടി അല്ല. ഞാനൊന്ന് രഘുവിനോട് സംസാരിച്ച് നോക്കാം. മതി, ഞങ്ങൾ ഗസ്റ്റ് ഹൗസിലുണ്ടാവും. ന്യൂസ് TV എന്ന മുങ്ങുന്ന കപ്പലിന് 2 കോടിയാണ് ഓഫർ. അവർക്ക് ഫോട്ടോഗ്രാഫ്സ് വേണമായിരിക്കും. സാൻ പെഡ്രോയിൽ മുരളീകൃഷ്ണൻ നടത്തിയ നങ്ങിയാർ കൂത്തിന്റെ. അതെ, 2 കോടി രൂപ കിട്ടിയാൽ തനിക്കതൊരു വലിയ റിലീഫ് ആയിരിക്കും അല്ലേ അഷ്റഫെ? ഞാൻ പറയണ്ടല്ലോ. അത് വേണ്ട, അതൊരു പൊളിറ്റിക്കൽ പിമ്പിങ് ആവും. പിന്നെ അവനും നമ്മളും തമ്മിൽ എന്താണ് വ്യത്യാസം അഷ്റഫെ? ഇതായിരിക്കും ഉത്തരവെന്ന് ഞാൻ അവരോട് പറഞ്ഞു. മുരളീകൃഷ്ണനെ പാർട്ടി വെച്ച് പൊറപ്പിക്കണോ, മന്ത്രിസഭയിൽ നിന്ന് താഴെ ഇറക്കണോ എന്നൊക്കെ ഉള്ളത് അവരുടെ ധാർമ്മികതയുടെ കാര്യം. ശരി, വെച്ചോ. എന്തായി ക്യാപ്റ്റൻ മുരളീകൃഷ്ണൻ, നമ്മുടെ നങ്ങിയാർ ഇറങ്ങിയോ? പറന്നിറങ്ങാൻ തയ്യാറായി നിൽക്കുന്നു പക്ഷി. വൈറ്റ് വൈൻ മാത്രമേ കഴിക്കൂ. ജോൺ സാർ, 1 ബോട്ടിൽ വൈറ്റ് സുല പാസൽ. മറ്റേ കാര്യം ഓക്കെ. അതെന്താ? 2 ചർമ്മങ്ങൾക്കിടയിൽ പ്രതിരോധത്തിന്റെ 3ാം ചർമ്മം. ചിലപ്പോ വേണ്ടി വന്നേക്കും. അപ്പോ അനുഗ്രഹിച്ചൊന്ന് യാത്രയാക്കി. ഇതും കൂടെ ഓൺ ഫോർ ദ ഇടവഴി. വേണ്ട, ചിലപ്പോ ഉറങ്ങിപ്പോവും. ബെസ്റ്റ് വിഷസ് പറ. എന്താ സാറേ വിശേഷം? ക്യാപ്റ്റൻ സാർ പുതിയൊരു വൻ കര കണ്ടുപിടിക്കാൻ പോവുകയാണ്. ഓൾ ദ ബെസ്റ്റ്. രഘു, സണ്ണിക്ക് എന്തോ ഒരു ഗിഫ്റ്റ് കൊണ്ട് കൊടുക്കാമെന്ന് ഏറ്റിരുന്നോ? അവൻ എനിക്ക് സ്വൈര്യം തരുന്നില്ല. എന്തായിരുന്നത്? ഞാൻ മറന്നു, ഒന്ന് പറഞ്ഞേ. എനിക്കറിയാം എന്താന്ന്, പക്ഷെ ഞാൻ പറയാൻ പോകുന്നില്ല. നിന്റെ ഈ മുടിഞ്ഞ കുടിയുടെ ആഫ്റ്റർ എഫക്ട്സ് ആണ് മെമ്മറി ലോസ്. മീര, come on. നീ ഒന്ന് പറഞ്ഞു തൊലയ്ക്ക്. എന്തോ ഒരു സില്ലി ടോയ് ആയിരുന്നു. അവനത് അത്ര സില്ലി അല്ല രഘു, വലിയ വിലയുണ്ടാവും. ഓർമ്മ വരുമ്പോ അതും മേടിച്ചു വന്നാ മതി. ഹലോ രഘു. എന്റെ പൊന്നോനെ, നീ സണ്ണി എടുത്തൊന്ന് ചോദിച്ചേ. അവനെന്തോ ഒരു സാധനം വാങ്ങിച്ചോണ്ട് വരണമെന്ന് പറഞ്ഞു. ആ മീര പറഞ്ഞു തരുന്നില്ല. അവനെ വിളിച്ച് ചോദിക്കാനും വയ്യല്ലോ. ഡോണ്ട് വറി, അത് ഞാൻ മാനേജ് ചെയ്തോ. എങ്ങനെ? ആ തള്ളയുടെ സ്വഭാവം ഉണ്ടാ എന്റെ കയ്യിലും. അവൻ പറഞ്ഞൊന്നും വരില്ല. ലീവ് ഇറ്റ്. ചക്കയല്ലേ നീ മേടിക്കാൻ പറഞ്ഞെന്ന് ചോദിച്ചാ, അല്ല മാങ്ങയാന്ന് അവൻ പറയില്ലേ? ഓ എടാ ബുദ്ധിമാനേ. താങ്ക്സ് ഡ്യൂഡ്, താങ്ക്സ്. Hi Alexi. Jeff. Oh yeah. രഘു, ഇറ്റ്സ് എ കൈറ്റ്. അവന് വേണ്ടതൊരു പട്ടവാടാ. രഘു. രഘു. ഹേ രഘു, what is this? It's a kite. What? എടാ പട്ടം സണ്ണിക്ക്. ഹായ്. മോഹൻ. ഹായ് മോഹൻ, ഐ എം രഘുനന്ദൻ. ഞാൻ വലിയ ഫാനാണ് നിങ്ങളുടെ ഷോയുടെ. എന്ത് ചെയ്യുന്നു? മലേഷ്യയിലായിരുന്നു. ഇപ്പൊ ഞങ്ങൾ ഒരുമിച്ച് ലക്ഷദ്വീപിൽ ഒരു ഹോട്ടൽ പ്രോജക്ട് പ്ലാൻ ചെയ്യാം. ഈ അച്ചായന്മാരെല്ലാം കൂടെ ലക്ഷദ്വീപിലേക്ക് കുടിയേറുകയാണോ? ഇനി അതും കൂടെ ബാക്കിയുണ്ടായിരുന്നു. ഇവൻ അച്ചായനൊന്നുമല്ല, ചങ്ങനാശ്ശേരിക്കാരൻ നായരാ. പെരുന്നക്കാരെന്ന് പറ. അച്ചായൻ എന്ന് പറഞ്ഞത് ക്രിസ്ത്യാനി എന്നുള്ള സെൻസിലല്ല. കമിഴ്ന്ന് വീണാൽ കാൽപ്പണം കൊണ്ട് നിവരുന്ന ഈ ന്യൂ ജനറേഷൻ ബിസിനസ്സുകാർക്കുള്ള ഒരു കോമൺ പേരാ അത്. അതില് മാപ്പിളയും കാക്കയും നായരും എല്ലാരും പെടും. എന്താ പുറത്തേക്കുന്നത്? അകത്ത് നോ സ്മോക്കിംഗ്, മീരയുടെ റൂള്. ഓക്കെ യു ഫിനിഷ് ഇറ്റ് ആൻഡ് കം. പുള്ളി വേറെ കെട്ടിയൊന്നുമില്ല അല്ലേ? ഇല്ല.
തനിച്ചുള്ള ജീവിതം. റിലേറ്റീവ്സ് എന്ന് പറയാനും ആരുമില്ല അയാൾക്ക്. പാരന്റ്സ് വളരെ നേരത്തെ പോയി. ഒരു ബ്രദർ ഉണ്ടായിരുന്നു യുഎനില്. അങ്ങോട്ടും കഴിഞ്ഞ വർഷം. നോ ഡൗട്ട്. ഇവന്റെ എഴുത്തും അമ്മായിയുടെ കമ്പോസിംഗും രണ്ടും കേമും. സമീറെ, നമുക്കിനി തൂങ്ങിച്ചാവാം. ഈ സിനിക്കിന്റെ കയ്യിൽ നിന്നാ നല്ല വാക്കുകൾ കേൾക്കുന്നു. രഘുവേട്ടന്റെ ശബ്ദത്തിലാവുന്ന കേൾക്കണമെന്ന് ആഗ്രഹമുണ്ട്. നീ ഒരു ഡ്രിങ്ക് ഫിക്സ് ചെയ്യ്. ശരി. KPSC ലളിത പോയിന്റാ. അത് കൊടമറി. എന്തോന്നാടാ കഥകളി കാണിക്കാതെ കാര്യം പറയടാ കൊരങ്ങ. എന്തോന്നാണ് ഇത്? 5 ഫോറിൻ ലാംഗ്വേജ് പുളുത്തു പറഞ്ഞിട്ട് കാര്യമില്ല സാറേ. സ്വന്തം മകനോട് സംസാരിക്കാനുള്ള ഭാഷ അറിയില്ലെങ്കിൽ. എനിക്ക് പറയാനുള്ളതെല്ലാം ഇതിലുണ്ട്. ഓക്കെ, ഇതെന്താ? ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. എടാ ഒരു ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞാ പോരെ? മക്കൾ പോയി കിടന്നുറങ്ങ്. പോ പോ. Show me. What's this? Yeah, your gift. Yes. Jana. No. Good husband. No. My bad luck. Samira. Hello. What's up? സമീർ, മദ്യപാനികളുടെയും അല്ലാത്തവരുടെയും ശ്രദ്ധയ്ക്ക് കുറച്ചു നേരം സംസാരിക്കാതിരിക്കുകയാണെങ്കിൽ ഞാൻ എഴുതി മീരേച്ചി കമ്പോസ് ചെയ്ത ഒരു തരികിട പാട്ട് രഘുവേട്ടൻ പാടും. പ്ലേ ചെയ്തു. സഹിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് വെളിയിൽ പോയി കാറ്റ് കൊള്ളാം. We are ready, sir. Yeah, everybody? Yeah, we are. Ready? Yeah. Ramana. ரொம்ப பரப்பாடு பேசுறது. I'll call you back. Okay? വേണ്ട. ഇതിനെ പിന്നെ വിളിക്കുന്നു. ഇയാൾ സംസാരിക്കണം. I mean, it was an international call, you know. So what? ഞാൻ എല്ലാവരോടായിട്ട് പറഞ്ഞതല്ലേ താല്പര്യമില്ലാത്തവർക്ക് പുറത്തു പോകുന്നു. അത് തന്നെ പോലുള്ള ബോറന്മാരെ ഉദ്ദേശിച്ച് മാത്രമാണ്. Raghuji, I'm sorry. ആറ്റിറ്റ്യൂഡ് അതാണിത്. പാട്ട് പാടുന്നിടത്ത്, ആളുകൾ പ്രസംഗിക്കുന്നിടത്ത്, എന്തിനും മൃതദേഹത്തിന് മുമ്പിൽ പോലും ഫോണിൽ സംസാരിക്കാതിരിക്കാനാവില്ല. ഒന്നിനെ അല്പം ആദരവോടെ കാണാൻ കഴിയില്ല. എന്ത് സംഭവിക്കായിരുന്നു നിന്റെ ഇന്റർനാഷണൽ കാൾ 5 മിനിറ്റ് കഴിഞ്ഞ് ഉണ്ടാക്കി. ഇവനെ പോലുള്ളവരൊന്നും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിൽ വരാൻ പാടില്ല. നിമിഷം കൊണ്ട് മാറിയും മറിഞ്ഞും പെറ്റും പെരുന്ന കച്ചവടത്തിലെ ഫോൺ വിളികളും കാത്ത് ഏതെങ്കിലും പണ്ടകശാലകളിൽ പണ്ടാരടങ്ങണം. രാവും പകലും ഇറങ്ങിക്കോളും ചില ആന ബോറന്മാർ ഫോണിൽ കൊള്ളണമെന്നുണ്ടാക്കാൻ. ഇവന്റെയൊക്കെ കൂടെ തല്ലിലേ തീരൂ. தெளிவா சொல்லிட்டார்ல ஃபிட். என்னடா கால் வந்து எடுக்க கூட கூடாது. ஏகான் சாங் என்ன? இவன்டா. அடி ராஞ்சிடன்ல பையன்டா. பனி மூவி ஸ்டார்டிங்ல அது 2 பேர் கதை பார்த்தாங்க. வடக்கான் போலீஸ் கேமரால மாட்ட போறானுங்க நினைக்கிறேன். சிசிடிவி இல்ல சம்மதிதி பாட்காடா என்னடா பண்ணுங்கறான்? உங்களுக்கு போடிங்கயா. தமிழ் பேசுறா. வண்டியில ஏத்து. இவரு அங்க இருக்கறா. அவங்க தான் ஹீரோயின். இவரு ஏகான் பாட்டு கேட்டுனிருக்காரு. அது அடுத்த ஷோக்கு கெஸ்டா கூட்டி போறாரு. சவுண்ட் எஃபெக்ட்ஸ் ரொம்ப வர்க் பண்ணிக்கிறாங்க. சும்மாதான் சொல்றான். ഏയ് അതിന്റെ ഒക്കെ ആവശ്യമുണ്ടോ? ഇരുന്നോളൂ. ശരി മാഡം. സോ കെൻ ഐ? ഓക്കെ മാം. ഞാൻ ന്യൂസ് ടിവിയിൽ ഒരു ഇന്റർവ്യൂവിന് വന്നിരിക്കുക. 1 മണിക്കൂർ കഴിഞ്ഞ് എന്നെ ഫോണിൽ കിട്ടൂ. ഓക്കെ. ஸ்மெல் அடிக்காதாரா அவருக்கு? அப்போ காலேஜில் ஒரு ப்ரொஃபஸர் தான் பண்ணுவார். காலாண்டு ஒரு பாட்டில் வச்சுன்னு போரு. எப்போ போனாலும் കണ്ണെല്ലാം റെഡ് ആവും. കുഴപ്പക്കാരിയാണെന്ന് കേട്ടെ. ഭീകര തെറി ഇടി. ഇന്ന് ഷോയിൽ പങ്കെടുക്കുന്ന DYSP. എടാ അവര് ASP ആണ്. പക്ഷെ കറക്റ്റഡ് അല്ല. എന്നാ കുഴപ്പം. നിനക്ക് വേണ്ടേ? ഷൂട്ടിലല്ലേ? ഓ അശ്വതി റെഡി? റെഡി. നമസ്കാരം മാം. നമസ്കാരം. ഞാൻ സ്വാഗതം ചെയ്യുന്നു ശ്രീ രഘുനന്ദനെ, മാസ്റ്റർ ഓഫ് ദി ഷോ. വെൽക്കം യു സർ.
വെൽക്കം മിസ് സുപ്രിയ രാഘവൻ. സ്വദേശം തൃശൂർ, കേരളത്തിന്റെ സാംസ്കാരിക തലസ്ഥാനത്ത് ജനനം, അവിവാഹിത. വീട്ടിൽ അച്ഛനും അമ്മയും 2 സഹോദരികളാണ് സുപ്രിയയ്ക്ക്. മൂത്തയാൾ സ്കൂൾ അധ്യാപിക, ഭർത്താവ് ടെലികോമിൽ, എറണാകുളത്ത് സ്ഥിര താമസം. ഇളയാൾ എഞ്ചിനീയറിംഗിന് പഠിക്കുന്നു, കോഴിക്കോട് NIT-യിൽ. ഓക്കെ. സുപ്രിയയുടെ അച്ഛൻ പോലീസ് ഡിപ്പാർട്ട്മെന്റിലായിരുന്നു അല്ലേ? ഡിപ്പാർട്ട്മെന്റിൽ എന്ന് പറയുമ്പോ യെസ്, ഹി വാസ് എ കോൺസ്റ്റബിൾ. ഏറെ അഭിമാനമുണ്ടാകും ആ അച്ഛന് മകളുടെ ഈ അച്ചീവ്മെന്റ് കാണുമ്പോൾ. കൺഗ്രാറ്റുലേഷൻസ് സർ. അച്ഛൻ ഈ പ്രോഗ്രാം കാണുന്നുണ്ടാവും അല്ലേ? സുപ്രിയ ഒരു തൃശ്ശൂർക്കാരിയാണെങ്കിലും സംസാരിക്കുമ്പോൾ ആ തൃശ്ശൂർ ഭാഷ അല്ലെങ്കിൽ ഡയലക്ട് അത്ര പ്രകടമല്ല. അതെന്തേ? പഠിച്ചതൊക്കെ മറ്റു സ്ഥലങ്ങളിലായിരുന്നു, അതുകൊണ്ടാവാം. അതെ, അത് ഞാൻ ശ്രദ്ധിച്ചു. ഡിഗ്രി പാലക്കാട് മേഴ്സി കോളേജിൽ, PG കോഴിക്കോട് പ്രോവിഡൻസിൽ. എന്തേ തൃശ്ശൂർ വിമല കോളേജുകാർ അഡ്മിഷൻ തന്നില്ലേ? തരാഞ്ഞിട്ടല്ല, ഞാൻ അപ്ലൈ ചെയ്തില്ല. 1-2 അടുത്ത ഫ്രണ്ട്സ് മേഴ്സിയിൽ അഡ്മിഷൻ ട്രൈ ചെയ്തപ്പോ ഞാനും ചെയ്തു. കൂട്ടുകാരികളെ പിരിയാനുള്ള ബുദ്ധിമുട്ടുകൾ. കൂട്ടുകാരികൾ എന്ന് വെച്ചാൽ ഒന്ന് നഫീസ സിയാദ്, അവരിപ്പോ അൽ റാഷിദ് ബാങ്ക് ദുബായിൽ. മറ്റേയാൾ സാറായി മറ്റും, അവരിപ്പോ ഭർത്താവുമൊത്ത് അയ്യന്തോൾ കളക്ടറേറ്റിനടുത്ത് താമസം. ഷീസ് എ ഹോം മേക്കർ. ചെയ്യുന്നുണ്ട് ആ പഴയ കാലം. ഒരുപാട് കൗതുകം തോന്നിക്കുന്ന ആ ഭാഷ. നീ ഒന്ന് വേഗമായോ, നീ ഇങ്ങനെ കുണിങ്ങാറുന്നുണ്ടല്ലോ, ബസ് മിസ്സാവട്ടാ. ഇതാ മോർണിംഗ് സ്റ്റാറിലെ അത് പോയിക്കോട്ടെ. ആയില കിളിച്ചക്ക ഉണ്ടല്ലോ, അവനൊരു സൈസ് സാധന കാണുമ്പോ ഒരു വരി ഈച്ചറുള്ള നോട്ടാ ചെക്കന്. അങ്ങനെയെല്ലാം പറഞ്ഞ് ബസ് സ്റ്റാൻഡിൽ നിന്ന നല്ല നാളുകളെ കുറിച്ചൊക്കെ ഓർക്കാറുണ്ടോ? സോ യു ആർ ആൻ ആക്ടർ ടു. നല്ല നടനാണല്ലോ. അങ്ങനെയും ചിലർ പറയാറുണ്ട്. ഈ ഫ്രണ്ട്സിന്റെ ഡീറ്റെയിൽസ് ഒക്കെ എങ്ങനെ അന്വേഷിച്ചറിഞ്ഞു എന്നെ കുറിച്ച്? അതാണ് ഷോ ദ സ്പിരിറ്റിന്റെ പ്രത്യേകത. ഇവിടെ വരുന്ന നമ്മുടെ അതിഥിയെ അറിയാൻ അവരെ കുറിച്ച് ലഭ്യമാകുന്ന എല്ലാ വിവരങ്ങളും ഞങ്ങൾ ശേഖരിക്കാറുണ്ട്. ഞങ്ങൾക്ക് അറിയാൻ കഴിയാത്ത അതിഥിയുടെ ഉള്ള പ്രേക്ഷകർക്ക് മുന്നിലേക്ക് തുറക്കുകയാണ്. കഴിഞ്ഞ ദിവസം നഗരത്തിലെ ഒരു ഷോപ്പിംഗ് മാളിൽ വെച്ച് സുപ്രിയ മാഡത്തിനോട് അപമര്യാദയായി. അപമര്യാദ എന്ന് വെച്ചാൽ അനുവാദമില്ലാതെ ശരീരത്തിൽ അഥവാ ഒരു അവയവത്തിൽ സ്പർശിച്ചോടിയ ഒരു കുട്ടിയെ. അവനെ കുട്ടി എന്ന് തന്നെ വിളിക്കണം, കാരണം അവന് 15 വയസ്സ് മാത്രമേ പ്രായമുള്ളൂ. ആ കുട്ടിയെ പുറകെ ചേസ് ചെയ്ത് പോലീസ് ട്രെയിനിങ്ങിന്റെ ഭാഗമായി ഉണ്ടാക്കിയെടുത്ത മെയ്വഴക്കത്തിന്റെ എല്ലാ സാധ്യതകളും ഉപയോഗിച്ച് നാബ് ചെയ്തതിന്റെ, അങ്ങനെ പിടികൂടിയതിന്റെ വിഷ്വൽസ് അത് ആ മാളിലുണ്ടായിരുന്ന ആരോ ഒരാൾ തന്റെ മൊബൈൽ ഫോണിൽ പകർത്തുകയും പിന്നീട് അത് ദൃശ്യമാധ്യമങ്ങളിലൂടെ ഈ ലോകം മുഴുവൻ കാണുകയും ഉണ്ടായി. അഭിമാനം തോന്നുന്നുണ്ടോ സുപ്രിയ മാഡത്തിന്? അങ്ങനെ തോന്നിയാലും അപമാനകരം എന്നേ ഞാൻ പറയുള്ളൂ. What do you mean? യൂണിഫോം അഴിച്ചുവെച്ച് വീട്ടിൽ നിന്ന് സ്കൂൾ ബാഗിനുള്ളിൽ കടത്തിയ കാഷ്വൽ വെയർ ധരിച്ച് മാളുകളിൽ കറങ്ങുന്ന നമ്മുടെ പട്ടണങ്ങളിലുള്ള അനവധി കുട്ടികളിൽ ഒരാളാണവൻ. അവനൊരു ഡ്രഗ് അഡിക്റ്റ് ആണ് എന്നൊരു സ്റ്റേറ്റ്മെന്റ് മാഡം പറഞ്ഞു കണ്ടു. എന്ത് തരം ഡ്രഗ് ആണ് അവൻ യൂസ് ചെയ്യുന്നത്? പബ്ലിക് ഹെൽത്ത് ലാബിൽ നിന്ന് ആ റിപ്പോർട്ട് ഇനിയും വന്നിട്ടില്ല. SP ടാബ്ലറ്റ്സ്. അതൊരു തരം സൈക്കാട്രിക് ഡ്രഗിന്റെ കോഡ് നെയിമാണ്. ശരിയായ പേര് വെളിപ്പെടുത്താൻ സാധിക്കാത്തതുകൊണ്ട് ഞാൻ അത് പറയുന്നില്ല. അപകടകാരികളായ മനോരോഗികൾക്ക് ഫിസിഷ്യൻസ് കൊടുക്കുന്ന ഒരു റിലാക്സേഷൻ ഇൻഡ്യൂസർ ആണ്. കേരളത്തിലെ സ്കൂളുകളിൽ ഏറ്റവും പോപ്പുലറായി കുട്ടികൾ ഉപയോഗിക്കുന്നതും പ്രചരിപ്പിക്കുന്നതുമായ ആ വിഷയത്തിനെ അറിയാൻ ഏത് പബ്ലിക് ഹെൽത്ത് ലാബ് റിപ്പോർട്ടാണ് മാഡത്തിന് വേണ്ടത്? ഈ വിഷയത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളുടേതായ സ്ട്രാറ്റജി ഉണ്ട്. ഓക്കെ, എന്താണ് ആ സ്ട്രാറ്റജി? ഡ്രഗിന്റെ സപ്ലൈ കട്ട് ചെയ്യുക, അത് ഡീൽ ചെയ്യുന്നവരെ ഐഡന്റിഫൈ ചെയ്യാൻ സ്നിഫ് ഗ്രൂപ്പ്സിനെ ചുമതലപ്പെടുത്തുക. അങ്ങനെ ഒരു 5 സ്റ്റെപ്പ് പ്ലാൻ. ഡീറ്റെയിൽസ് മുഴുവൻ റിവീൽ ചെയ്യുക, അത് ശരിയാവില്ലല്ലോ. ഇന്നലെ ഉണ്ടായ സംഭവം അത് ഈ പ്രോബ്ലത്തിന്റെ ഏറ്റവും ചെറിയൊരു റിഫ്ലക്ഷൻ മാത്രം. ദാറ്റ് ഈസ് ആൻ ഇൻഡിക്കേഷൻ അബൌട്ട് ദ മിസറബിൾ ഫെയിലിയർ ഓഫ് യുവർ സ്ട്രാറ്റജി. മാഡം, ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരേണ്ടതല്ല. ഒരു നല്ല പ്രിവെന്റീവ് സിസ്റ്റം ഉണ്ടാക്കാൻ നിങ്ങൾക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കൂളും മധുവും ഗിനിയും ഒക്കെ ശീലിച്ചു തുടങ്ങിയ നമ്മുടെ കുട്ടികൾക്ക് ഈ പുകയില ഉൽപ്പന്നങ്ങൾ പോരാതാകുമ്പോൾ അവന്റെ രക്തത്തിൽ ആഴത്തിൽ കലരുന്ന കെമിക്കലുകൾ, അത് ടാബ്ലറ്റ് ആകാം, സ്റ്റാമ്പ് ആകാം, സിറിഞ്ചുമാകാം, എത്തിച്ചു കൊടുക്കാൻ നിങ്ങൾ പറഞ്ഞ സപ്ലൈ ഗ്രൂപ്പുകൾ അതിന്റെ ചെയിൻ കണ്ണി മുറിയാതെ തന്നെ ഉണ്ട്. നിങ്ങളുടെ ഓപ്പറേഷൻ അവരെ ടാർഗറ്റ് ചെയ്യുമ്പോൾ മാഡം മറന്നു പോകുന്ന ഒരു അടിസ്ഥാന വാക്യമുണ്ട്. wherever there is a demand there will be supply. എവിടെ ആവശ്യക്കാരുണ്ടോ അവിടെ സാധനം എത്തിച്ചു കൊടുക്കാൻ ആളുകളും ഉണ്ടാകും. നിങ്ങൾ എറണാകുളത്ത് ആ ചെയിൻ കട്ട് ചെയ്താൽ അത് ആലുവയിലെത്തും. 50 രൂപ കൊടുത്ത് വാങ്ങിയ സാധനം ഈ കുട്ടി അത് 100 രൂപയ്ക്ക് വാങ്ങും. ഇൻസ്റ്റഡ് യു കട്ട് ദ ഡിമാൻഡ്. ഒന്ന് ചിതറാൻ കാത്തു നിൽക്കുന്ന ആ ചെറിയ തലച്ചോറുകളിലേക്ക് എത്തിക്കണം നിങ്ങളുടെ സോ കോൾ സ്ട്രാറ്റജിയുടെ റീച്ച്. മിസ്റ്റർ രഘുനന്ദൻ, കുട്ടികൾ എന്ത് കഴിക്കുന്നു, എന്ത് ഉപയോഗിക്കുന്നു എന്നൊക്കെ നോക്കുന്നത് രക്ഷിതാക്കളുടെയും ടീച്ചേഴ്സിന്റെയും കൂടെ ചുമതലയാണ്. ഇത് മുഴുവൻ പോലീസിന്റെ മാത്രം ജോലിയല്ല. അത് തന്നെയാണ് മാഡം എന്റെ ചോദ്യം. എന്താണ് പോലീസിന്റെ ജോലി? ഒരു ക്രൈം നടന്നിടത്തേക്ക് ഓടി ചെല്ലുകയോ പിന്നെ അത് ചെയ്തവരെ അന്വേഷിച്ച് തെക്ക് വടക്ക് ഓടുന്നതോ? ഒരു ക്രൈം നടക്കാതിരിക്കാൻ നോക്കേണ്ടതല്ലേ നിങ്ങളുടെ ജോലി? ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ അത് തടയാനുള്ള ശ്രമം അത് നിങ്ങൾ ചെയ്യുന്നുണ്ടോ? ഇല്ല, ചെയ്യുന്നില്ല, ചെയ്യാൻ കഴിയുന്നുമില്ല. ജാഗ്രതയോടെ ഒരു സിവിക് സൊസൈറ്റിയുടെ അകത്ത് നിന്നുകൊണ്ട് മനുഷ്യത്വപൂർണമായ കരുനീക്കങ്ങളിലൂടെ നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ അകവും പുറവും സംരക്ഷിക്കാനുള്ള ബാധ്യത നിങ്ങളുടെ സേന ഏറ്റെടുക്കേണ്ടിയിരിക്കുന്നു. അതിന്റെ ചുറ്റുവട്ടങ്ങളെ അറിയണം, പൊതുസമൂഹത്തിന്റെ ജീവൽ സ്പന്ദനങ്ങൾ കേൾക്കണം, നാട്ടുഭാഷ നാവിൽ നിന്ന് മായാതിരിക്കണം, സർവോപരി മനുഷ്യപക്ഷത്ത് നിൽക്കണം.
അടച്ചാക്ഷേപിക്കുകയല്ല ഒരു വകുപ്പിനെ, അതിലെ അംഗങ്ങളെ. കാലോചിതമായ മാറ്റങ്ങൾക്ക് തയ്യാറാകാൻ അധികാരികൾക്ക് പ്രേരണയാകട്ടെ നമ്മുടെ ഈ ചെറു സംഭാഷണം. താങ്ക് യു സോ മച്ച് സുപ്രിയ രാഘവൻ. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. പോലീസ് എത്താங்க ഞാനൊന്ന് നോക്കിട്ട് വരാം. എന്തായാലും പിടിച്ച് സാറേ ന്യൂസ് ടിവിയിൽ സാറാ. ആരായാലും ഞങ്ങൾക്ക് വെള്ളം ഒഴിച്ചോണ്ടാണോ വണ്ടി ഓടിക്കുന്നതെന്ന് അറിഞ്ഞാൽ മതി. ഒന്ന് ഊതിയിട്ട് പോയിക്കോ. ഊതിയിട്ട് പോയാൽ ഈ ചടങ്ങ് ഒരു ഊത്തല്ലേ സാറേ? മദ്യപിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ മദ്യപിച്ചാണ് ഇത്ര സമയം വണ്ടി ഓടിച്ചത്. അടുത്ത കാര്യപരിപാടി എന്താണെന്ന് പറയും. ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോകണം, ബ്ലഡ് ചെക്ക് ചെയ്യണം. ആവാം. ബ്ലഡ് ചെക്ക് ചെയ്യുമ്പോൾ കൊളസ്ട്രോളും കൂടെ നോക്കണേ. നമുക്ക് അതും കൂടെ ഒന്ന് അറിയാൻ പറ്റുമല്ലോ. അല്ല സാർ, ഞാൻ അലക്സി സാറിനൊന്ന് അദ്ദേഹത്തിന് അറിയാതെ പോലീസ് ഓഫീസ് വേണ്ട. ഇയാള് വീട് പഠിക്കാൻ നോക്കാം. ഇയാൾക്ക് പോകാമല്ലോ. അയാൾക്ക് ഒരുപാട് ജാലിയാ டாக் ஷோல உட்கார வச்சு கிளி பாராம பாத்துன்னு இருப்பாங்க. അതെ, ഞാൻ ഇവിടെ ഇരുന്നത് മുഷിഞ്ഞാവോ? ആകെ മുഷിഞ്ഞ് നാറിയിരിക്കും. ഇനി എന്തു നോക്കാൻ? ആ താരിയിരിക്കേ. പച്ചയായിരുന്നോ മാഷേ? പച്ചയായിരുന്ന പോലീസ് പിടിക്കില്ലല്ലോ. കഴിച്ചിരുന്നു. വേഷേ? വേഷം പച്ചയായിരുന്നു. വേഷം പച്ചയായിരുന്നു. അതാണ്. രഘു സാർ അകത്തേക്ക് വിളിക്കുന്നു. പോയിട്ട് വരൂ. പരിഭ്രമിക്കാനൊന്നുമില്ല. പോയിട്ട് വരട്ടെ. ഒന്നും മിണ്ടാതിരിക്കണോ? അപകടം നടക്കുന്നതിന് മുമ്പ് അത് തടയാൻ കഴിയണം. ഒരു ഇഫക്റ്റീവ് പ്രിവെൻഷൻ സിസ്റ്റം ഉണ്ടാക്കാനാണ് പോലീസുകാർ ശ്രമിക്കേണ്ടത്. ഉപദേശങ്ങൾ, അതും ഇതുപോലൊരു മീഡിയ സെലബിന്റെ അപകടം മുൻകൂട്ടി ഞാൻ മനസ്സിൽ മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന ആളെ നിർത്തി. അയാളുടെ കൈപ്പിഴ കൊണ്ട് ഒരു ജീവൻ നഷ്ടപ്പെടാൻ പാടില്ല. സ്വന്തം ജീവൻ നഷ്ടപ്പെടുത്താൻ അയാളെ അനുവദിച്ചും കൂടാ. അതാ സാറിനെ ഇതിനകത്തേക്ക് കൊണ്ടുവന്നത്. എന്താ രഘുനന്ദൻ, ഇങ്ങനെയൊക്കെയല്ലേ പോലീസ് ജോലി ചെയ്യേണ്ടത്? ഇനി വേണേ പോയിക്കോളൂ. അലക്സി വിളിച്ചിരുന്നു. അയാളും മീരയും രണ്ടുപേരും എന്റെ ബെസ്റ്റ് ഫ്രണ്ട്സ്. നമ്മൾ ഇതുവരെ കാസറോസിൽ വെച്ച് കണ്ടുമുട്ടിയിട്ടില്ലാന്നേ ഉള്ളൂ. പോയിക്കോളൂ. താങ്ക് യു. ഞാൻ പോകുന്നില്ല. ഞാൻ കെട്ടിറങ്ങിയിട്ട് നാളെ പോയിക്കോളാം. ഒരു രാത്രി കിടന്നുറങ്ങാൻ കൊള്ളാവുന്ന ഒരു പോലീസ് സ്റ്റേഷൻ ഞാനും തിരഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. ശുപാർശയുടെയും മഹാമനസ്കതയുടെയും പേരിൽ ഇന്നാൾ വരെ ഒരു ക്രൈമിൽ നിന്നും രഘുനന്ദൻ എന്ന ഈ ഞാൻ രക്ഷ ആഗ്രഹിച്ചിട്ടില്ല. ശുഭരാത്രി സുപ്രിയ. സുപ്രിയ രഘുവൻ. ഹായ് സുരേഷ്. അറിയില്ല, കൊടുക്കാം. ഡോക്ടർ സുരേഷ. അലക്സിയുടെ നമ്പർ കിട്ടുന്നില്ലെന്ന്. ഇങ്ങതാ. ഗുഡ് മോർണിംഗ്. ഷോ ഞാൻ വരാം. കുറച്ച് ദിവസമായല്ലോ ഡോക്ടർ സുരേഷുമായി എന്തോ ഒരു ചുറ്റിക്കളി. ഇടയ്ക്കിടയ്ക്ക് ഹോസ്പിറ്റലിൽ പോയി മീറ്റ് ചെയ്യുന്നു, ഫോൺ കോൾസ് വരുന്നു. ഒന്നുമില്ല. നോ, ഒന്നുമില്ലടോ. ഉണ്ട്. ശരി, നിന്നോട് നുണ പറയാൻ പറ്റില്ലല്ലോ. ഒരു ചെറിയ കാര്യം. ഇത്തവണ റൊട്ടീൻ ഹെൽത്ത് ചെക്കപ്പ് കഴിഞ്ഞപ്പോ ഒന്ന് ബയോപ്സി ചെയ്യാൻ ഡോക്ടർ സുരേഷ് പറഞ്ഞു. നിന്നെ അറിയിക്കാതെ ഞങ്ങൾ അതങ്ങ് ചെയ്തു. ഇന്ന് നിന്റെ റിപ്പോർട്ട് കിട്ടുന്ന ദിവസമാണ്. അതാ ഡോക്ടർ സുരേഷ് വിളിച്ചു. ബയോപ്സി? ഇതാണോ അലക്സി ചെറിയ കാര്യം? പിന്നല്ലാതെ. റിപ്പോർട്ട് പോസിറ്റീവ് ആണെങ്കിലല്ലേ അതൊരു വലിയ കാര്യമാവുള്ളൂ. എന്റെ മീര, ബയോപ്സി റിപ്പോർട്ട് എന്ന് പറഞ്ഞ ഉടനെ ക്യാൻസറിന് ആദ്യം ചിന്തിക്കല്ലേ. സെഞ്ചൂട് പുള്ളിയുടെ മോള് ചുമ്മാ ഇരിക്കുകയല്ല. അങ്ങോരുടെ ടേബിളിലല്ലേ ഈ റിപ്പോർട്ട് ആദ്യം വരിക. പ്രശ്നം വല്ലത് കണ്ട അത് കറക്റ്റ് ചെയ്തേ താഴേക്ക് വിടൂ. പേടിച്ച് ഞാൻ ചത്തുപോകും മനുഷ്യ. ചുമ്മാ ഒന്ന് എഴുന്നേറ്റ് എളുപ്പം റെഡിയാവ്. നമുക്ക് ഒരുമിച്ച് പോയ റിപ്പോർട്ടിങ് മേടിച്ചിട്ട് വരാം. റിപ്പോർട്ട് നെഗറ്റീവ് ആണെങ്കിൽ ഞാൻ നിനക്ക് തരാൻ പോകുന്ന ഗിഫ്റ്റ് എന്താണെന്ന് തീരുമാനിച്ചിട്ടുണ്ട്. നീ എനിക്ക് എന്ത് തരും? അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കേ. അലക്സി, ഞാനില്ല. ഞാൻ അങ്ങോട്ടില്ല. വണ്ടി തിരിച്ചിട്ടേക്കണേ. ശരി സർ. ഇമ്രാൻ ഖാൻ. ജോൺസാ, ഇതിൽ ബിനേഷ് കൊടിയേരിയുടെ പടം എവിടെ വെക്കണം? ശരി ഗുരുവേ, നൈജാമലയാക്കും. ഈ പടം വരയ്ക്ക് സ്വാമി ഇവിടെ ഇല്ലായിരുന്നല്ലോ ഈ നരകത്തിൽ. ഇയാളുടെ നരകപടങ്ങളുടെ എക്സിബിഷനാണ് നാളെ ദർബാർ ഹാളില്. ജോൺസൺ നേരം പോലെ അവിടെ നിന്ന് പ്രത്യക്ഷപ്പെടണം. ഹിന്ദുവിലെ മറ്റേ കയറി ഗുണം ചെയ്യും. പത്രത്തിൽ നിരൂപിച്ചുകൊണ്ടൊന്നും പടം വിറ്റുപോവില്ല സ്വാമി. അതിന് പിമ്പുകളെ കണ്ടെത്തി കമ്മീഷൻ കൊടുക്കണം. ജോൺസാ, ഓരോന്നും കൂടെ ഞങ്ങളങ്ങ് പോകും. അതും കൂടെ വിഴുങ്ങിയിട്ട്. ഇവിടെ പെഗിന് 200 രൂപ ചാർജ് ചെയ്യുന്ന ഈ എത്തനിക് ബാറിൽ വന്ന് അടിക്കാൻ എന്താ വരായിക? കാശ് ആര് കൊടുക്കുന്നു? ഇത് രഘുവേട്ടനെ പറ്റില്ലല്ലേ? വെരി ഗുഡ്. എരന്ന് തന്നെ കുടിക്കണം, എന്നാലേ അനാർക്കിത്തം പൂർണ്ണമാവും. സമീറിന്റെ ഒരു ഇടങ്ങേറ് പിടിച്ച പോക്ക്.
ഇന്നാളൊന്ന് ചോര ശറിച്ചിട്ട് ഹോസ്പിറ്റലിൽ കയറ്റിയതാ. നിർത്തണം കുറഞ്ഞത് ഒരു 6 മാസം അയക്കുന്ന ഡോക്ടർമാര്. രഘു സാറ് പറഞ്ഞാല് ഉപദേശി നന്നായിട്ട് വേണ്ടേ കരക്കാരെ നന്നാക്കി. അവൻ മടുക്കം വരെ കുടിക്കട്ടെ, എന്നിട്ട് അവന് തോന്നുകയാണെങ്കിൽ നിർത്തട്ടെ. ഇങ്ങനെ പോയാൽ അതിനൊന്നും ആള് കാണൂല. മദ്യവിരുദ്ധ പ്രസ്ഥാനത്തിന്റെ വലിയ നേതാവ് ലിവർ സിറോസിസ് വന്ന് മരിച്ച നാടാണിത്. രഘുനന്ദൻ. രഘു, ഞാനാ. ടെൽ മീ. എവിടെയാ? കള്ളുഷാപ്പില് പറ. ഞാനിപ്പോ ഹോസ്പിറ്റലിൽ നിന്നാ. അലക്സിക്ക്. അയ്യോ, അവനെന്ത് പറ്റി? ലിവർ സിറോസിസ് അടിച്ചോ? ഇന്നെന്താ എല്ലാരും വെള്ളം അടിച്ച് ചാവുന്ന കാര്യമാണല്ലോ പറയുന്നത്. അവൻ അങ്ങനെ വലിയ അടിയൊന്നും ഇല്ലല്ലോ. ഞാൻ അങ്ങനൊന്നും പറഞ്ഞില്ല. എന്നാ നീ പറയേണ്ടത് പറ. അവൻ എന്താ എന്നെ ഡിവോഴ്സ് ചെയ്യാൻ വല്ല പരിപാടി ഉണ്ടെങ്കിൽ പറഞ്ഞാ മതി. ഹലോ ഹലോ ജോൺസാ. ജോൺസൺ. എന്തായി? അലക്സി, കമോൺ അലക്സി, ടെൽ മീ. മീര, ഒന്നുമില്ലടോ. 7:30 ആവുമ്പോഴേക്കും ഇങ്ങ് പോര്. ഡ്രസ് കോഡോ എന്റെ ഒച്ച നീ എന്തെങ്കിലും ചുറ്റിഞ്ഞു വാ. ബൈ. സോറി, ലക്ഷ്മി ആയിരുന്നു. തന്റെ പെണ്ണുമ്പിള്ളക്ക് എന്ത് പറ്റിയെന്ന്? ശരി, താമുങ്ങില്ലല്ലോ. 8 മുമ്പ് എത്തിയേക്കണേ. ബൈ. पोक विंदालू, ग्रिल चिकन और जो आपको अच्छा लगे वो बनाओ. ठीक है. ചേച്ചിയെ, ഇത് എന്നാത്തിനുള്ള ഭാവമാ? ഒരു ബയോപ്സി റിപ്പോർട്ടിന്റെ പേരിൽ വലിയ കോലാഹലമാണല്ലോ. ബർത്ത്ഡേ, ആനിവേഴ്സറി, അതിനേക്കാളൊക്കെ മേലെ സെലിബ്രേറ്റ് ചെയ്യേണ്ട ദിവസമാണ് ഇന്ന്. ലൈഫ് തിരിച്ചു കിട്ടുമ്പോ അതല്ലേ നല്ല ഫ്രണ്ട്സിന്റെ കൂടെ ആഘോഷിക്കേണ്ടത്. അതിനിപ്പോ കുഴപ്പമാണ് ഉണ്ടെന്ന് വെച്ചാലും ഇതൊക്കെ ഇക്കാലത്ത് ഈസിലി ക്യൂറബിളാ. ചുമ്മാതിരി. ക്യൂറബിൾ? രഘുനന്ദൻ സാറിനെ വിളിക്കണ്ടേ? പിന്നല്ലാതെ. ഇല്ലെങ്കിൽ തെറി നിനക്കായിരിക്കും. വന്നാലും ആരെങ്കിലും തെറി വിളിച്ച് അലമ്പാക്കിയേ പോവൂ. അതിനുള്ള ചാൻസ് നൂലെ കെട്ടി ഇറക്കും ആരെങ്കിലും. വിളിച്ചേക്കാം. ഓക്കേ. ഫസ്റ്റ് ട്രൈ. സീ യു സൂൺ. പോലീസാ? പോലീസ് ഞങ്ങൾക്ക് പുല്ലാണ്. അലക്സി. യേസ്, സുപ്രിയ. ലോങ് ലിവ് അലക്സി. ചിയേഴ്സ്. യോഗ പഠിപ്പിക്കുകയാണ്. വെൽക്കം ഹോം. ശതാഭിഷിക്തൻ, അങ്ങനെയാണ് പറയുക. എനിവേ, ഒരുത്തിന് രോഗമില്ല എന്നറിഞ്ഞതിന്റെ പേരിൽ ആദ്യമായി നടത്തുന്ന പാർട്ടിയിൽ ആദ്യമായി പങ്കെടുക്കുകയാണ് ഞാൻ. ഗുഡ്. എല്ലാം ഇവളുടെ ഇടപാടാ. ഞാനതിൽ കക്ഷിയല്ല സാറേ. ഇതൊക്കെയല്ലേ സെലിബ്രേറ്റ് ചെയ്യേണ്ടത്? ഞാൻ മീരയുടെ കൂടെ. അലക്സി റിപ്പോർട്ട് വാങ്ങിക്കാൻ പോയ ടൈമിൽ കാറിനകത്തിരുന്ന് ഞാൻ അനുഭവിച്ച ടെൻഷൻ ഉണ്ടല്ലോ. എനിക്കേ അറിയൂ. അറിയാവുന്ന ദൈവങ്ങളെ മുഴുവൻ വിളിച്ചു. ഒരാശ്വാസത്തിനായി ഈ സാറിനെ ഒന്ന് വിളിച്ചത്. ഏതോ ഒരു ബാറിൽ എവിടെയായാലും അവിടെ ഇരുന്ന് കള്ളു കുടിച്ച് കണകുണാന്ന് ഏതാണ്ടൊക്കെയോ പറഞ്ഞു. എനിക്ക് വന്ന കളി. അയ്യോ, ഞാൻ കഴിക്കില്ല. മദ്യപിച്ച് കാറോടിച്ച പോലീസ് പിടിക്കും. ഗുഡ്. എല്ലാവർക്കും ഇങ്ങനെ തോന്നിയാൽ ഞങ്ങള് പോലീസിന് പണി കുറയും. അതെ അതെ, നമ്മുടെ ഈ മഹാരാജ്യം നേരിടുന്ന ഏറ്റവും വലിയ സാമൂഹ്യ പ്രശ്നം അതാണല്ലോ, മദ്യപിച്ചിട്ട് വണ്ടി ഓടിക്കുക. എന്താ നമ്മുടെ നഗരങ്ങളിലെ രാത്രി കാഴ്ച? മദ്യപിച്ച് കാറോടിച്ച് ആളുകളുടെ നെഞ്ചത്ത് കയറ്റുന്നു, മദ്യപിച്ച് കാറോടിച്ച് ഹൈ റൈസ് ബിൽഡിങ്ങിന്റെ മണ്ടയ്ക്ക് കയറ്റുന്നു, മദ്യപിച്ച് കാറോടിച്ച് അയ്യപ്പൻ വിളക്ക് നടത്തുന്നു. ഒന്നും മിണ്ടായിരിക്കും മാഡം. ഇത് ജനങ്ങളുടെ ജീവൻ രക്ഷിക്കാനാ, അല്ലാതെ ഞങ്ങൾക്ക് ഇതിൽ എന്ത് കാര്യം? ജീവൻ രക്ഷ? ഇതെന്തോന്ന് LIC പോളിസിയാ? അധികാര ദുർവിനിയോഗം എന്ന് പറയും മലയാളത്തില്. പവർ കറപ്ഷൻ. ഇരുട്ട് വഴികളിൽ ഒളിച്ചു നിൽക്കും പിടിച്ചു പറിക്കാൻ വഴിയാത്രക്കാരന്റെ മടിശീല കൊള്ള ചെയ്യാൻ. ആ പറഞ്ഞ പിടിച്ചു പറിക്കാരൻ അവരൊരു വ്യക്തിയെ ടാർഗറ്റ് ചെയ്ത് നിൽക്കുകയല്ല. അവൻ ആരോടും മുൻ വൈരാഗ്യവുമില്ല. കെണിയിൽ വീണ ഇരയെ നോക്കി പല്ലിളിച്ച് വൃത്തികെട്ട ഈഗോ കാണിക്കില്ല. പക്ഷെ നിങ്ങൾ ചെയ്ത അതാണ്. അന്നത്തെ ആ ഇൻസിഡന്റ് ആണെങ്കിൽ തീർച്ചയായും ഞാൻ വേണമെന്ന് കരുതി. അതിന് സർക്കാർ മുദ്രയുള്ള കുപ്പായത്തിന്റെ ബലത്തിനെ ആശ്രയിക്കുന്നത്. അതാണ് ശ്രീമതി സുപ്രിയ രാഘവൻ. നിങ്ങൾ അന്ന് എനിക്ക് ക്ലാസ് തന്നല്ലോ, പോലീസ് എങ്ങനെ പ്രവർത്തിക്കണമെന്ന്. ഒരു സിവിക് സൊസൈറ്റിയുടെ ഭാഗമായി എങ്ങനെ ചോദ്യങ്ങൾ ചോദിക്കുന്നവനെ നേരിടേണ്ടത് ഇത്തരം ചീപ്പ് പ്ലേകളിലൂടെ ആവരുത്. അത് നിങ്ങളുടെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സിൽ നിന്നുണ്ടാവുന്ന തോന്നലാണ്. അല്ലെങ്കിൽ ഞാനൊരു സ്ത്രീ ആയിപ്പോയി എന്നതിന്റെ പേരിൽ നിങ്ങൾക്കുള്ള അപകർഷം. സ്ത്രീ എന്നത് ഇവിടെ എടുത്തു പറയേണ്ട കാര്യമൊന്നുമില്ല. ഐ എം നോട്ട് എ ഷവച്ച്. എന്ന് പറഞ്ഞവരെ ഞാൻ കണ്ടു. മന്ദബുദ്ധികൾ പറഞ്ഞിരിക്കും. നിങ്ങൾക്ക് അത്തരം ആളുകളുമായിട്ട് സഹവാസം. എനിക്ക് ആളുകളെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ആൺ പെൺ വ്യത്യാസമില്ല. അവർ ഇന്റലിജന്റ് ആയിരിക്കണം, സത്യസന്ധരായിരിക്കണം. അതാണ് മനുഷ്യനിൽ ഞാൻ ആഗ്രഹിക്കുന്ന ഗുണങ്ങൾ. ഞാനൊന്നും പറയുന്നില്ല, പറഞ്ഞിട്ടും കാര്യമില്ല. സോറി സുപ്രിയ, നീ വാ. അല്ല, പോലീസ് സാമാൻ എത്ര വേണേലും കുടിക്കാം. കുടിച്ച് എങ്ങനെ തലകുത്തി മറിഞ്ഞാലും വീട്ടിൽ കൊണ്ട് കിടത്താൻ സർക്കാർ വാഹനവും സർക്കാർ ശമ്പളം കൊടുക്കുന്ന ഡ്രൈവറും ഉണ്ടല്ലോ. കഴിക്കാൻ എത്രയും കഴിച്ചിട്ട് ഞാൻ പോവും. അയാളുടെ പോലീസിനോട് വഴി കാത്തിരിക്കാൻ പറ. എന്താ പ്രശ്നം? പ്രശ്നം പറഞ്ഞാൽ താനത് തീർത്തു വരും. താനത് തീർത്തു വരുമെന്ന്. ഇല്ലെങ്കിൽ ഇടയ്ക്കറി ഉണ്ടാക്കാൻ വരല്ലേ? ഞണ്ണാനുള്ള ഞണ്ണിയച്ചങ്ങ് പോണം. ചുമ്മാ ആള് കളിക്കാൻ വരല്ലേ? ಸಿವಿಕ್ ಸೆನ್ಸ್ ಎಲ್ಲ ಬಳುದು ಅವ್ರಿಗೆ.
ഒന്നുമില്ല. ഗുഡ് മോർണിംഗ്. മോർണിംഗ്. ഇയാളെപ്പോ വന്നു? ജസ്റ്റ് നോ. ബ്ലാക്ക് കോഫി വിത്ത് കോൺയാക്. വാട്ട് എ വേ ടു സ്റ്റാർട്ട് എ ഡേ. യോഗം. ഇന്നലെയും പതിവ് പോലെ ഞാൻ ബോറാക്കിയല്ലേ? ഇപ്പൊ അത് റുട്ടീനായില്ലേ? രഘുള്ള ദിവസങ്ങളില് അതാ അതിന്റെ ഒരു ചെയ്യല്. ഒന്ന് അലമ്പി തീരണം. അതൊന്നും ഇന്റൻഷൻ അല്ല അലക്സി. ആ SP പെങ്കൊച്ചിനെ കണ്ടപ്പോ അവക്ക് വേണ്ടി ഒരു നീക്ക് തെറി ഞാൻ വെച്ചിരുന്നതാ. കള, അവളൊരു നല്ല ഫ്രണ്ടാ. കുളം തോണ്ടി ഞാൻ ആ പാർട്ടി. പാർട്ടി അത് കുഴപ്പമൊന്നുമില്ലെന്നേ. അതൊരു ഫേക്ക് പാർട്ടി ആയിരുന്നു. ശരി, ഫേക്ക്. അതെ, അത് ചുമ്മാ ഞാനും ഡോക്ടർ സുരേഷും ചേർന്ന് ഉണ്ടാക്കിയതാ മീരയ്ക്ക് വേണ്ടി. ഒരു സ്ട്രെസ് റിലീഫ്. മീരയ്ക്ക് ഇത് വേണമായിരുന്നു. സംഗതി ബയോപ്സി റിപ്പോർട്ടിൽ കുഴപ്പം കാണുന്നുണ്ടിരിക്കും. സംഭവം ക്യാൻസർ സാർ. പക്ഷെ 99% ഊരിപ്പോരാൻ ചാൻസ്. സത്യാവസ്ഥ അറിഞ്ഞപ്പോ US-ലുള്ള ചേട്ടനെയും ചേട്ടത്തിയാരെ ഞാൻ വിളിച്ചിരുന്നു. രണ്ടും ഓങ്കോളജി പാർട്ടീസാ. റിപ്പോർട്ട്സ് എല്ലാം മെയിൽ ചെയ്ത് കൊടുക്കും. ഈ കേറി പോര്, അടുത്ത വണ്ടിക്കുന്ന അവര് പോവാൻ തന്നെ എന്റെ തീരുമാനം. എവിടെയെങ്കിലും പോയി കിടന്ന ഇവിടെ ഈ ആശുപത്രിയിൽ ഉണ്ടാവാൻ ചാൻസ് ഉള്ള റിലേറ്റീവ്സിന്റെ അവിടെ ഷോസ് അയക്കണ്ടല്ലോ. നീ എന്തിനാ മീരെ നീ ഇൻഫർമേഷൻ മറച്ചു വെക്കുന്നത്? അവൾ അറിയണ്ടേ ഇത്? വേണം, അറിയണം. പക്ഷെ പതിയെ മതിയെന്നേ. ഞാൻ ഈ കാലത്ത് വന്ന് കയറിയത് രഘുവിനോടൊരു കാര്യം പറഞ്ഞിട്ട് പോകാനാ. എനിക്കൊരു പേടിയില്ല രോഗത്തിന്റെ കാര്യത്തില്. 99% സർവൈവ് ചെയ്യുന്ന ഉറപ്പില്ല ഞാൻ. പക്ഷെ 1% ആ പേടിയുടെ പേര് പറയുക ഞാൻ വഴിയായ മീരേ സണ്ണി മാത്രമാവും. മറ്റൊരാൾ എന്തെങ്കിലും അവരുടെ ജീവിതത്തിലേക്ക് കുറെ നാൾ കഴിഞ്ഞെങ്കിലും വരാം. പക്ഷെ അത് താനാവുന്ന എനിക്ക് തോന്നുന്നില്ല രഘു. മീരയ്ക്കത് കഴിയുന്നു തോന്നുന്നില്ല. ഇനി തോന്നിയാൽ ഐ വിൽ ബി സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. ഇനി അവൾ ഒറ്റയ്ക്ക് തന്നെ ജീവിക്കാൻ തീരുമാനിച്ചാലും സണ്ണി അവനൊരു അപ്പം വേണ്ടിടോ. അവന്റെ അപ്പനാവാൻ കഴിയോ മറ്റൊരാൾക്ക്? അത് ആരായിരുന്നാലും അയാൾക്ക് താനോ ഞാനോ ആവാൻ കഴിയില്ല. മിണ്ടാനും കേൾക്കാനും വയ്യാത്ത ആ കുട്ടിക്ക് ഒരു അച്ഛൻ വേണം രഘു. അത് ഓർമ്മിക്കാൻ മാത്രമാണ് ഞാൻ വന്നത്. ജീവിതം കുടിച്ചു തീർക്കാൻ കാണിക്കുന്ന ഈ ധൃതിക്കിടയിൽ അവന്റെ മുഖമൊന്ന് ഓർക്കണമെന്നേ എനിക്ക് പറയാനുള്ളൂ. അവൻ ഉച്ചരിക്കാൻ കഴിയാത്ത വാക്കുകൾ അവന് വേണ്ടി ഞാൻ പറയുന്നുവെന്നേ കരുതാവൂ. ഡോണ്ട് ഫീൽ ബാഡ് അബൌട്ട് ഇറ്റ്. പരസ്പരമുള്ള അതാണല്ലോ കുടുംബ ജീവിതം എന്ന് പറയുന്നത്. ഒന്നിനും മറപാടില്ല. ആ ബന്ധം നിലനിൽക്കും എന്ന് ചോദിച്ചാ പുറത്തു പറയാൻ കൊള്ളാവുന്ന രോഗമാണെങ്കിൽ തീർച്ചയായിട്ടും പറയണം. അവരെല്ലാം ആദ്യം അറിയണം സാറേ. പക്ഷെ ഒന്നുണ്ട് സാറേ, ഈ ഭാര്യ ഇപ്പൊ എന്റെ കെട്ടിയുള്ള താമസം ചങ്കിരിച്ച് കരച്ചിലൂടും. വലിയ വിദ്യാഭ്യാസമൊന്നുമില്ല, നാട്ടും പുറത്തുകാരിയാ. അവനത് ഈശോയോട് പറയാൻ പറ്റും. അതിന് പുള്ളിക്ക് എന്തെങ്കിലും കാരണം ഉണ്ടാവും. അറിയിക്കേണ്ട സമയത്ത് അറിയിക്കാന്ന് വെച്ചിട്ടാവും. ഇതിനൊക്കെ എന്തോ നേരം നോക്കാനോടോ? നീ ഒഴിക്കേ, എനിക്ക് അവിടെ വരെ ഒന്ന് പോണം. 5 എണ്ണം പോയി. ഇപ്പൊ പോയി ആ പ്രശ്നത്തിൽ ഇടപെടണോ? പിന്നെ നീ പോവോ? ഡ്രിങ്ക് അടിച്ചോൺസാ. അലക്സി എവിടെ? ഉണ്ട്, ഒരു ടൂർ ഓപ്പറേറ്റർ വന്നിരിക്കുന്നു. അയാളുമായിട്ടൊരു മീറ്റിംഗ്. വിളിക്കട്ടെ? വേണ്ട വേണ്ട. ഈ ടൂർ ഓപ്പറേറ്റർമാര് സായിപ്പന്മാരെ കൊണ്ട് ഇറക്കി തരുന്നുണ്ടല്ലേ. ഇപ്പൊ $ലായിരിക്കും അലക്സി ചായന്റെ കച്ചവടം. അത് UK എന്നുള്ളൊരു ഗ്രൂപ്പിന് വേണ്ടിയാ. അവർക്ക് നമ്മുടെ ഫാമിൽ ഒരു 1 വീക്ക് സ്റ്റേ. ഈ ഓർഗാനിക് ഫാമിംഗ് എന്ന് പറഞ്ഞ് രാസവെള്ളം തട്ടുന്നുണ്ടാവൻ അച്ചായന. നല്ല ടൈറ്റ് ആണല്ലോ സാർ. അങ്ങനെയല്ലേ വേണ്ട, ടൈറ്റ് ആയിരിക്കണ്ടേ. മീര, ഇടാ നിന്റെ ധൈര്യമൊക്കെ എവിടെ പോയി? നീ വളരെ ഫ്രജൈൽ ആണെന്നാണ് അലക്സിയുടെ വിചാരം. അവന്റെ തെറ്റല്ല. ഒരുപാട് അവൻ സ്നേഹിക്കുന്നുണ്ട് എന്നെ. അതിന്റെ ഒരു ഓവർ പ്രൊട്ടക്റ്റീവ്നെസ് ആണ്. 7 വർഷം മുമ്പ് എന്നോട് അവസാനമായി പിണങ്ങി നമ്മുടെ മകനെയും കൂട്ടി ഒരു പാതിലേക്ക് ബാന്ദ്രയിലെ ഫ്ലാറ്റിൽ നിന്ന് ഒരു സ്റ്റേൺ ഗുഡ് ബൈയും അടിച്ചൊരു ടാക്സി കയറിപ്പോയി. നീ ഉണ്ടല്ലോ, നിന്റെ ഗട്സ് അതെവിടെ പോയി? അതൊന്നും എവിടെയും പോയിട്ടില്ല. അതിലും ഇരട്ടി കോൺഫിഡൻസിലും സെക്യൂരിറ്റിയിലുമാണ് ഞാൻ എന്നും ജീവിക്കുന്നത്. പിന്നെ എന്തിനാ നിന്നോട് ഒളിച്ചു വെക്കുന്നു? നീ അതറിയേണ്ടതല്ലേ മീര? ഒരു കാര്യം ഞാൻ പറയാം, ഏത് ടെർമിനൽ രോഗമാവട്ടെ, ഭാര്യയ്ക്കോ ഭർത്താവിനോ ആർക്കോ ആവട്ടെ, അവർ ഒരുമിച്ചല്ല അതിനോട് ഫൈറ്റ് ചെയ്യണ്ടേ. രഘു ഉച്ചയ്ക്ക് കള്ളടിച്ച് വന്നിരുന്ന് എന്ത് ഭ്രാന്തായി പറയുന്നത്? എന്തോന്ന് ടെർമിനൽ ഇൽനസ്? ഇതാരുടെ കാര്യ? അലക്സിയുടെ. അവന് ക്യാൻസർ ആണ്, അത് നീ അറിയണ്ടേ? അലക്സിക്ക്? He told me. നിന്നോട് അവൻ പറഞ്ഞിട്ടില്ല, അവൻ അതും പറഞ്ഞു. നീ വേദനിക്കാതിരിക്കാൻ നുണ പറഞ്ഞു. സിറ്റുവേഷൻ കൊഴിപ്പിക്കാൻ പാർട്ടി നടത്തി. That's foolishness. മിടുക്കന്മാരായ ഡോക്ടർമാരും അഡ്വാൻസ് മെഡിസിൻസും ഉള്ള ഈ കാലത്ത് ഇങ്ങനെ ഒരുമാതിരി ഒളിച്ചുകളിയും മെലോ ഡ്രാമ ഒന്നും ആവശ്യമില്ല. രഘു സ്വബോധത്തോടെയാണോ സംസാരിക്കുന്നത്? അതെ,
അതിനെ ഇപ്പൊ മദ്യബോധം എന്ന് വിളിക്കാം, രണ്ടും പ്രയോഗത്തിലൊന്നാ. പിന്നെ വേറൊരു കാര്യം, ഈ അമേരിക്കയിൽ പോയിട്ടുള്ള ട്രീറ്റ്മെന്റുകളൊക്കെ എന്തൊരു മണ്ടം പരിപാടിയാ. ഈ എന്ത് നമുക്ക് ഇന്ന് കേരളത്തിൽ കിട്ടാത്ത ഒന്നും ആ പന്ന നാട്ടിൽ കിട്ടില്ല. അമേരിക്ക പൊളിറ്റിക്കലി മലബന്ധത്തിന്റെ വായനാറ്റത്തിന്റെ മറ്റൊരു പേരാണ് അമേരിക്ക. ഒരു കോളത്തിലെ നാടാണത്. ഈ കൊളംബസിനെ വേണം പറയാൻ, യുനോ കൊളംബ്. ആ അലക്സി വന്നല്ലോ. ഞാൻ ഇവളോട് അതങ്ങ് പറഞ്ഞു, നിന്റെ മുഖത്തുനിന്ന് കേൾക്കുമ്പോഴല്ലേ അവർക്ക് ടെൻഷൻ ആവും. ഞാൻ ഔട്ട്സൈഡർ അല്ലേ, എനിക്ക് പറയാമല്ലോ. നമുക്കേ അമേരിക്കയിലും പൂഞ്ഞാറ്റിലൊന്നും പോണ്ട. ഇവിടെ ഉണ്ടടാ ഒരു പനി വന്നു ഭേദമാക്കുന്നവര്. ഈ കീമോതെറാപ്പി ചെയ്യുമ്പോ തലമുടി പോകുന്നേ ഉള്ളൂ. ഇവന്റെ കാര്യത്തിൽ അതും പേടിക്കണ്ട, ഓൾറെഡി മൊട്ടയല്ലേ. നീ എന്നോട് നുണ പറഞ്ഞു. ടെൻഷൻ ആവല്ലോ അവര്. ഇപ്പൊ ടെൻഷനൊക്കെ മാറിയല്ലോ. അവക്കിപ്പൊ കാര്യം അറിയാം. ഞാൻ പറഞ്ഞ മറക്കണ്ട, അമേരിക്ക യാത്ര പറഞ്ഞ നമ്മൾ ഇത് ഇവിടെ തന്നെ ട്രീറ്റ് ചെയ്യുന്ന. എന്താ ഇനി വല്ലതും സംഭവിച്ചാൽ തന്നെ അത് ഇവിടെ വെച്ചാകുന്ന അപ്പോഴും നല്ലത്. ഇനി എന്ത് സോർട്ട് ഔട്ട്? പിള്ളേരോട് ഡ്രിങ്ക് ഫിഷ് ചെയ്യാൻ പറ. Will you please leave now, Raghu? നല്ല മനുഷ്യൻ. ആ വാചകം എമോഷണലി കറക്റ്റ് അല്ല. യു ഷുഡ് സേ ജസ്റ്റ് മാൻ എന്ന് വെച്ചാ ഇറങ്ങി പോടാ. നീ പോയി നിന്റെ കെട്ടികളുമായിട്ട് ക്യാൻസറിന്റെ മെല്ലോ ഡ്രാമ കളിക്ക്. ക്യാൻസർ, ക്യാൻസർ മാൻ. Me. ചിലപ്പോൾ ചില പ്രത്യേക സിറ്റുവേഷനിൽ നമുക്ക് വേണ്ടി മറ്റൊരാൾ സംസാരിക്കേണ്ടി വരും. അതേ ഞാൻ ചെയ്തോളൂ. ഇപ്പൊ ചിലപ്പോ എന്നോട് ദേഷ്യം തോന്നുന്നുണ്ടാവും. സാരമില്ല, മാറിക്കോളൂ. ഇനി മാറിയില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. എന്താ ജോൺ സാർ? ഇവിടെ നിന്ന് പോയതും അവിടെ പോയി സംസാരിച്ചതൊന്നും സാറല്ല, ഉള്ളി കിടക്കുന്ന കള്ളാന്നേ ഞാൻ പറയും. എന്ന് വെച്ചാൽ ഞാൻ ചുമ്മാ ഡ്രിങ്കിന്റെ പുറത്ത് ചെയ്താണെന്നോ? അതെ, അല്ലെങ്കിൽ സാർ അവിടെ പോവില്ല. അലക്സി സാറ് പറയാതെ വെച്ചത് വിളിച്ചു പറയും. സാറൊന്ന് ആലോചിക്കും. ആ ആലോചനയാണ് സ്മോളിന്റെ മേലെ ഇല്ലാണ്ടവിടെ. ജോൺ സാർ നീ എന്താ ഇങ്ങനെ? ഒരു യോഗ്യതയില്ല സാർ സാറിനോടൊക്കെ ഇങ്ങനെ സംസാരിക്കാൻ. കസ്റ്റമേഴ്സ് ചോദിക്കുന്നത് ഒഴിച്ചു കൊടുക്കുക, കാശ് മേടിക്കുക, അത്രേ ഉള്ള എന്റെ ജോലി. വലിയ റെസ്പെക്ട് ആണ് സാർ, അതുകൊണ്ട് പറയാ. സാർ ഒരുപാട് കാലം ഇവിടേക്ക് ഉണ്ടാവണമെന്ന് ആഗ്രഹമുണ്ട്. സാർ ആ മേനോൻ സാറിനൊന്ന് നോക്കിയേ. 14 വർഷമായിട്ട് ഞാൻ കാണുന്നത്. റിട്ടയർ ആയതിനു ശേഷം എന്നും വരും. 2 പെഗ്. അതിനപ്പുറത്തേക്ക് ഒന്ന് നാക്ക് കുഴയുന്നതോ കാലിടുന്നതോ ഞാനിതുവരെ കണ്ടു. പുള്ളി കള്ളിനെ കുടിക്കുക, കള്ള് പുള്ളിയെ കുടിക്കുകയല്ല. സാറിന്റെ കാര്യം തിരിച്ചാ. ഒരു ബ്രേക്ക് എടുക്കുക സാർ. ഡ്രിങ്ക് എടുത്തേ. രാവിലെ തൊട്ട് രാത്രി വരെയുള്ള സമയം ഏതാണ്ട് 10-14 പെഗ്ഗെങ്കിലും ഉള്ളിലെത്തുന്നുണ്ട്. ഇതിങ്ങനെ എത്ര കാലം പോകും സാറേ? പാട്ട് വരെ പൊടിച്ചിരുന്നു. സാർ എല്ലാத்தையும் മുസ്റ്റാറാ? ഞാനൊരു അഡിക്റ്റ് ആണെന്ന്, ആൽക്കഹോളിക് ആണെന്ന് മാത്രം പറയരുത്. ഞാൻ ഒന്നിനും ടോട്ടൽ സറണ്ടർ ആവില്ല, ഒന്നിനും എന്നെ രഘു, നീ അത് ജീവിച്ചു തെളിയിക്കേണ്ടിയിരിക്കുന്നു. ആർക്കും വേണ്ടിയല്ല, സ്വയം ബോധ്യപ്പെടാൻ. ആ പ്ലംബർ മണിയനോട് പറയും പോലെ എനിക്ക് രഘുവിനെ ഉപദേശിക്കാനാവില്ല, അത് ബോറാവും. ഞാനൊരു ആൽക്കഹോളിക് ആണെന്ന് ക്യാപ്റ്റൻ പറയും. നീ അറിയുന്നില്ലെങ്കിലും ചുറ്റുപാടുള്ള ലോകം പറയാൻ തുടങ്ങിയിട്ട് ഒരുപാടായി. അറിയാഞ്ഞിട്ടല്ല, പറയാതിരിക്കാൻ ശ്രമിച്ചതാണ് ഞാൻ. യു ആർ രഘു, യു ആർ ആൻ ആൽക്കഹോളിക്. ഗുരുവേ, സമീർ നൈജാമലി ആക്കും. ഇതാ വരുന്നു. ഈടാ, നീ ഏതോ ഹോസ്പിറ്റൽ അത്യാസന്ന ഫോമിൽ കിടക്കുകയാണെന്നാണല്ലോ കേട്ടത്. അവര് വിട്ടതോ നീ ചാടിയതോ? ശരീരത്തിലെ രക്തത്തിന്റെ അളവ് കൂടുമ്പോ ബോഡി അത് റിജക്ട് ചെയ്യും. അതാണ് ഈ ചോര ഛർദിക്കാന്നൊക്കെ പറഞ്ഞ. ആ അറിവ് കിട്ടിയപ്പോ നിനക്ക് കഴിക്കാൻ പാടുണ്ടോ? ഈ ജന്മത്ത് നമ്മളടിക്കേണ്ട കോട്ട നമ്മൾ തന്നെ അടിച്ചു തീർക്കണ്ട ഗുരുവേ. പാമ്പ് കടിയേറ്റ ഞാൻ ചാവൂ. നൈജാമലിയുടെ ജന്മവും രവിയുടെ മരണവും. അതാ ഞാൻ ഒരെണ്ണം എടുക്കട്ടെ? ഇപ്പൊ വേണ്ട, 4 വോട്ട് അകത്തുണ്ട്. എന്താടാ? ഏയ് ഒന്നുമില്ല രഘുവേട്ടാ, ഞാൻ ഒരു തീരുമാനം എടുത്തു. കവിത എഴുത്തുന്ന തന്തയില്ലായ്മ ഞാൻ അവസാനിപ്പിച്ചു. ഇനി സിനിമാ പാട്ട് എഴുത്തുന്ന ആഭിചാരം തുടങ്ങാൻ പോകുന്നു. തലയിൽ ഇത്തിരി ആൾതാമസമുള്ള 1-2 സംവിധാനങ്ങൾ ഓഫർ ചെയ്തിട്ടുണ്ട്. നമ്മുടെ ഈ ജില്ലയിൽ നിന്ന് മീരച്ചി ട്യൂൺ ചെയ്ത് അത് അതേപടി ഒരു ഡയറക്ടർ സിനിമയിലേക്ക് എടുത്തു. 10,000 രൂപയും തന്നു. ആലോചിച്ച് നോക്ക് രഘുവേട്ടാ, എടശ്ശേരിക്കും വയലോപ്പള്ളിക്കും ഇവിടെ എന്ത് കിട്ടിയിട്ടുണ്ട്? ഇത് 12 വരി AB തരത്തിന് 10,000 റുപ്യ. അതെങ്ങനെയാടാ?
വ്യഭിചരിക്കാൻ കൊടുക്കുന്ന കാശ് ഭാര്യയ്ക്ക് വീട്ടു ചെലവിന് കൊടുക്കില്ലല്ലോ. ഇന്ന് രാവിലെയും കൂടെ ഒരെണ്ണം പെടച്ചിട്ട് മീരച്ചടെ കൊണ്ട് കൊടുത്തേ ഉള്ളൂ, ഇടി ട്യൂണെന്നും പറഞ്ഞിട്ട്. അവക്ക് അങ്ങനെ തന്നെ വേണം. മഴ കൊണ്ട് മാത്രം മുളയ്ക്കുന്ന വിത്തുകൾ ചിലതുണ്ട് മണ്ണിൻ മനസ്സിൽ. കൊള്ളാം. ഇനി നീ അങ്ങനെ കുറച്ചാലും ചെയ്യും. ഏരെന്ന് നടന്നു കുടിക്കണ്ടല്ലോ. നിന്നെ ഹോസ്പിറ്റലിൽ ഡിസ്ചാർജ് ചെയ്ത് തന്നെയാണോ? പിന്നെ എന്റെ ലിവർ ഫംഗ്ഷൻ ടെസ്റ്റിന്റെ റിപ്പോർട്ട് കണ്ടിട്ട് സലാം ഡോക്ടർ എന്താ പറഞ്ഞെന്നറിയോ? എജ്ജാതി ലിവർ അഷ്ടാതെന്ന്. ഇന്ത്യയിൽ ഒരു ഡോക്ടറും ആ ഭാഷയെ സംസാരിക്കില്ല. അത് വിട്. എന്റെ രഘുവേട്ട, എവിടെ കിടന്ന് മരിക്കണമെന്ന് നമ്മളോട് ആരും പറഞ്ഞിട്ടുമില്ല, നമ്മൾ ആർക്കും വാക്കും കൊടുത്തിട്ടില്ല. എന്താടാ സമീറേ? സമീർ, ഏയ് ഒന്നുമില്ല, തൊണ്ട പൊട്ടി. എന്റെ തൊണ്ട പൊട്ടി. ഇങ്ങോട്ടോ. ബ്ലഡിന്റെ അളവ് കൂടുമ്പോ ബോഡി റിജക്ട് ചെയ്യും അല്ലേ? സമീറേ, 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 ഉമ്മാ, സമീറേ. മരണമെത്തുന്ന നേരത്ത് എന്ന കവിത രഘുനന്ദൻ ഏതോ ഭാഷയിലേക്ക് പരിഭാഷപ്പെടുത്തി. பார்த்து அவர் திருந்திடுவாரு. திருந்திட்டு யாரும் குடிக்கூடாதுன்னு படம் எடுப்பாரு. இது பண்றான் விட்ரால்ஸ் அதெல்லாம். ஆக்சுவலி வந்து நிறைய பேர் பண்ற தப்பு அதான்டா. டப்புன்னு எத்துறாங்கன்னு வச்சுக்கேன், பாடி அடிக்கும் பாரு, தூக்கி ரிஃப்ளெக்ட், அதுலயே நிறைய பேர் செத்துருவாங்க, ஹார்ட் அட்டாக் வந்துடும். ரத்தம்லாம் அப்படியே ரொம்ப ஃபாஸ்டா ஓடும். பார்த்திருக்கியா? அந்த நம்ம தான்டா பார்த்தோம், அந்த பிருத்திவிராஜ் டாக்டரா இருப்பாரு ஒரு இதுல. அதுல வந்து அவருக்கு வந்து நிறைய குச்சின்னு இருப்பாரு. ஒரு இதுக்கு போவார், ஒரு சர்ச்சில் போவார். ஃபாதர் என்ன பண்ணுவார், மெமரிஸா லைட்டா கொஞ்சம் எடுத்து குடிப்பா அப்படின்னு. மெமரிஸ்ல கொஞ்சம் எடுத்து குடி, உடனே எல்லாம் நிறுத்தக்கூடாது அப்படின்னு. நிறைய பேர் அந்த வித்ட்ரால் ஸ்டேஜில் தான்டா செத்து போயிருக்காங்க. ப்ராப்பரா கொஞ்சம் கொஞ்சமா நிறுத்தணும். கொச்சியா പോടെ. സോറി. നോ പ്രോബ്ലം. ടോവാരി ജോൺസൺ. സുഖം. ഏതാണ്ട് ഒരാഴ്ചയായല്ലേ? എന്താ എടുക്കണ്ടേ? ഒരു ഗ്ലാസ് വെള്ളം. എവിടെ ആയിരുന്നു? ഇതെങ്ങനെ ഭവനവേദനത്തിന് മാപ്പാക്കണം. പഴയ ഒരു ഓർമ്മയില് വേണുവാണ് പറഞ്ഞത് സഖാവ് പങ്കജം താക്കോല് വെക്കുന്ന സ്ഥലം എടുത്ത് പരിചാരികയുടെ മാർഗമാണ് അകത്ത്. അതിനെന്താ മാഷേ, ഇനി താക്കോൽ കിട്ടിയില്ലെങ്കിൽ തന്നെ ചവിട്ടി തുറന്ന് അകത്ത് കയറാൻ. കേരളത്തിലെ ഒരു ബുദ്ധിജീവി ഒരു വാതിൽ ഇന്നവരെ ചവിട്ടി പൊളിച്ചിട്ടില്ല. എന്താ കാരണം? ആരോഗ്യമില്ല. അതന്നെ. ഞങ്ങൾ സമീറിന്റെ വീട്ടിൽ നിന്ന് വരിക. സഹിക്കാൻ കഴിയുന്നില്ല ഇഷ്ടം. അവന്റെ ഉമ്മയുടെ ഉമ്മമ്മയുടെ ഒക്കെ കരച്ചിലേ. ഇരയെ തിരഞ്ഞെടുക്കുന്ന കാര്യത്തില് മരണത്തിന് പലപ്പോഴും വിചിത്രമായ പ്ലാനാണ്. സമീറിന്റെ കാര്യത്തിൽ വിചിത്രമൊന്നല്ല, ക്രൂരമെന്നാ പറയേണ്ടത്. എന്തിനായിരുന്ന പാവം ചെറുക്കനെ കഴിക്കരുതെന്നല്ല, മദ്യം കാണരുതെന്നാ ഡോക്ടർമാർ അവനോട് പറഞ്ഞിരുന്നത്. ആശുപത്രിയിൽ നിന്ന് ചാടിയിട്ടില്ല അവൻ രഘുവിന്റെ അടുത്തേക്ക് വന്നത്. അതൊക്കെ ഒരു കാരണം വേണു. കുടിച്ച് ചത്തുവെന്ന് നാറികൾ പറഞ്ഞു നടക്കുമല്ലോ, അത് ആലോചിക്കുമ്പോഴാ ഭൂമിയിൽ അനുവദിച്ച സമയം അവന്റെ കഴിഞ്ഞു. അതന്നെ മാഷ സ്പിരിച്വൽ ആവില്ലേ, അത് ബോറാവും. രഘുവേ എടുക്കട്ടെ ഒരെണ്ണം. സർക്കാർ മുദ്രയുള്ളതാ, വില കുറവ്, വീര്യം കൂടിയത്. വേണ്ട, നിനക്ക് ബ്രാൻഡഡ് അല്ലേ പറ്റൂ. ഇവിടെ പക്ഷെ ഒഴിഞ്ഞ കുപ്പികളെ. ഇതെന്താ ഹോബിയോ? പോയ കാലമാണ് രവിയേട്ട. ഓരോ കുപ്പിക്കുള്ളിലും ഒഴിഞ്ഞ കൽപ്പകത്തുണ്ടുകൾ. ഒഴിക്കട്ടെ നക്ഷത്രക്കുട്ട. വേണ്ട തോമാശ, ബ്രാൻഡിന്റെ പ്രശ്നമൊന്നുമല്ല, ഞാൻ കഴിക്കുന്നില്ല. അതെന്ത് വർത്താനം ഇഷ്ട? ഇന്ന് കഴിച്ചില്ല പിന്നെ എന്നടാ കഴിക്കുക? വേണ്ടാന്ന് വെച്ചു, അത്ര തന്നെ. നിർബന്ധിക്കണ്ട, അറിയാലോ എന്നെ. ഇവിടെ നിലത്ത് കിടന്നിട്ടല്ലേ അവൻ. രവിയേട്ടാ, സുഹൃത്തുക്കളെ മരണത്തിന് മാത്രം തമ്മിൽ കാണുന്നവരായിരിക്കുന്നു നമ്മള്. ഇനി ആരുടെ ചാവനാ മാഷ? അവൻ ചത്തപ്പോ നികത്താനാവാത്ത നഷ്ടം വിലപിക്കാനോ ആകാശത്തേക്ക് വെടിവെക്കാനോ ഒരു രാഷ്ട്രീയക്കാരെയും മന്ത്രിമാരെയും ഞാൻ കണ്ടില്ല. അക്ഷരവിരോധികളായ നായിന്റെ മക്കള്. അവൻ എന്തായിരുന്നു അറിഞ്ഞവർക്കേ അവന്റെ നഷ്ടത്തിന്റെ വില അറിയൂ. അവന്റെ ആ ഹ്യൂമർ സെൻസ്, കാച്ചിന്റെ സമയത്തുള്ള കാച്ച് ഓർക്കില്ലേ? നീ അക്കാഡമി അവാർഡ് ഡിക്ലെയർ ചെയ്തപ്പോ അന്നത്തെ അക്കാഡമി ചെയർമാന് അവൻ എഴുതിയ ഒറ്റവരിക്കത്ത്. പിന്നെ അടിയൻ ഇനി ഇത് ആവർത്തിക്കില്ല, പുരസ്കരിച്ചത് എണ്ണിക്കരുത്. അവന്റെ മരണം കണ്ടുപോയെന്ന് കള്ളുകൂടി നിർത്തിയാണോ നീ? നിർത്തിയെന്ന് ഞാൻ പറഞ്ഞില്ല.
വെറുപ്പ് തോന്നി തുടങ്ങി. മടുക്കില്ലേ രവിയേട്ട? എത്ര കാലമായി. മാഷെ പോണ്ടേ? ആ പോണം പോണം. തൃശ്ശൂർ എത്തിയിട്ട് ചില ചിറ്റിക്കളിയൊക്കെ ഉണ്ട്. കുപ്പിയിട്ട് അപ്പൊ ശരി, ഗുഡ് ബൈ. കാണാം. വിളിക്കാടാ. വെറുക്കല്ലടാ മദ്യത്തിന്. R.L. സ്റ്റീവൻസൺ എഴുതിയത് നീയും വായിച്ചിട്ടില്ലേ? വൈൻ ഈസ് ബോട്ടിൽഡ് പോയട്രി. മദ്യം കുപ്പിയിൽ നിറച്ച കവിതയാണ്. വെള്ളവാടി നിർത്തണമെന്ന് ആലോചിച്ചിട്ടേ ഉള്ളൂ. അതിന്റെ പേര് വെള്ളം സപ്ലൈ നിർത്തുക എന്ന് പറഞ്ഞ പ്ലമ്മ മണിയൻ. കോളനിയിൽ എല്ലായിടത്തും വെള്ളം വരുന്നുണ്ടല്ലോ. അതൊക്കെ കാണും. നീ ഇവിടുത്തെ കാര്യം നോക്ക്. ബില്ല് കെട്ടാൻ മറന്നോ? ഇനി കട്ടായതാണോ? ബില്ലും പുല്ലും ഒക്കെ കെട്ടിയതാ. ഇയാളൊന്ന് പോയി നോക്ക്. ഒരു ടാപ്പിലും വെള്ളമില്ലേ സാറേ? അതുകൊണ്ടല്ലേ മണിയാ നിന്നെ വിളിപ്പിച്ച്. കുടിവെള്ളം ഇല്ലേ? ഇല്ല. അങ്ങനെ വരാൻ രാവിലെ കലാപരിപാടി തുടങ്ങുന്നതിന് മുമ്പേ ഇതൊരു ചടങ്ങ. ടൊബാക്കോവാ? സാറിരിക്കെ 2 മിനിറ്റത്തെ പണിയെ കാണും. എതിനാണ് തന്നെയല്ല. മെയിൻ ലൈനിന്റെ വാൽവ് ഒന്ന് മാറ്റണം. അത് നാളെ മറ്റന്നാളെ ഞാൻ ചെയ്തോളാം. എന്താ ഇയാളുടെ ചാർജ്? ഇതിനെന്ത് ചാർജ് സാറേ? ഒന്നുമില്ലേ? ഇല്ല. ഈ കാലി കുപ്പിയൊക്കെ പിറകി വിറ്റൂടെ? ഇയാള് പോയെ. சரக்கு வானான்னு ஒரு நாள் യുഎസ് പോളിയോ അവനും സണ്ണിയും പുറത്തു പോയി. ചെയ്തു. റെക്കോർഡിങ്ങും കഴിഞ്ഞു. പാവം അവനുണ്ടായിരുന്നെങ്കിൽ കള്ളടിച്ചിട്ട് എന്നെ തെറി വിളിച്ചേനെ. ആദ്യം കേൾക്കുമ്പോ ഇങ്ങനെയല്ല അങ്ങനെയല്ല, ഇത് ശരിയായിട്ടില്ല അത് ശരിയായിട്ടില്ല. പിറ്റേന്ന് മാറും. മീര ചേച്ചിക്ക് ഇത് കഴിയും. യു ആർ ദ ബെസ്റ്റ് എന്നും പറയും. പാവം. കേൾക്കാൻ പറ്റുമോ? Sure. That's sad. ടീ പോട്ടിൽ தான் നീ പ്ലേ. അണ്ടവൻ ബസ്മി ഹയ്യാ. എന്നെയും ബാക്കി വെക്കണമായിരുന്നു. കള്ള് നിർത്തിയത് നന്നായി. അല്ലെങ്കിൽ ഞാൻ നിന്നെ ബലാത്സംഗം ചെയ്യും. ഒരു കാലം എന്റെ ഭാര്യയായിരുന്നു അവളെ. നമുക്കിനി വരും ജന്മത്തിൽ മുട്ടാം. പഴയ റോളിൽ. மை பிலவட்னா ஆராதிக்க கிடையாது. அந்த இதுல அப்படித்தானே வரும். എന്താ പങ്കജം? ഒരു 500 രൂപ താ സാറേ. എന്ത് പറ്റി? മണിച്ചേട്ടൻ എന്ത് ചെയ്തു? വീട്ടിൽ കൊണ്ടുവച്ച കാശ് ഇവൻ കട്ടൂന്ന് പറഞ്ഞ് കയ്യിൽ കിട്ടിയത് എന്തോ എടുത്ത് അടിച്ചു പൊട്ടിച്ചു സാറേ. വെള്ളം കുടിച്ച് ബോധമില്ലാതെ വരുമ്പോ കയ്യിലുള്ള കാശ് എവിടെങ്കിലും ഒളിച്ചു വെക്കും. ഒരുറക്കം കഴിഞ്ഞ് എനിക്ക് ഓർമ്മ കാണില്ല കാശ് എവിടെ വെച്ചു. ഇന്നും അങ്ങനെ തന്നെ. ഓങ്ങിടന്ന് വാകേറി കരയുമ്പോഴേക്ക് കാശ് കിട്ടുകയും ചെയ്തു. തിരിഞ്ഞൊന്നും നോക്കാതെ ഇറങ്ങി പോവുകയും ചെയ്തു. തുന്നലിടേണ്ടി വരി വന്നാണ് തോന്നണത്. ഇവിടെ ജോലി ചെയ്യണ വീട്ടിലൊന്നും ആളില്ല സാറേ. അതുകൊണ്ടാ ഒരു 500. അവനെ കൊണ്ട് കാറിലോട്ട് കയറാം. അയ്യോ വേണ്ട സാറേ, സീറ്റിൽ ചോര പറ്റും. നിങ്ങൾ പറയുന്നേക്ക് കാർ കയറാം സാറേ. Before airports there was a receiver. அது ஒருத்தன் டிசைன் பண்ணிருக்கான். ஓகே തുന്നലിട്ടേ
അപ്പൊ കുറച്ചു നേരം കഴിഞ്ഞ് പോവാന്ന് പറഞ്ഞു. അപ്പൊ മോൻ രാവിലെ മുതൽ ഒന്നും കഴിച്ചിട്ടില്ല. ഞാൻ പുറത്തു പോയി എന്തെങ്കിലും വാങ്ങിയേച്ചും വരാം. വേണ്ട സാർ, നേരത്തെ തന്ന പൈസയുടെ ബാക്കിയുണ്ട് എന്റെ കയ്യില്. അയ്യോ ഇത്ര പൈസയൊന്നും വേദനിക്കുന്നുണ്ടോ? നിങ്ങളുടെ പ്ലംബറിനെ പൊക്കാൻ പറയട്ടെ ടൗൺ സിയുടെ ഓഫീസിലേക്ക്. നാളെ ഞാനും അങ്ങോട്ട് പോവാം. അത് വേണ്ട. സോറി, ഞാനൊരു ഡിബേറ്റിനില്ല. എന്നാലും പറയാണ്, ആൽക്കഹോളിക് ആവുക എന്ന് പറഞ്ഞാൽ ഒരാൾ മനോരോഗിയായി എന്നാണ് കരുതേണ്ടത്. പോലീസ് ഭാഷയും മാൻ ഹാൻഡ്ലിംഗ് കൊണ്ട് അയാളെ ഒന്ന് ഭയപ്പെടുത്താമെന്നേ ഉള്ളൂ. പ്രോപ്പർ ട്രീറ്റ്മെന്റ് തന്നെയാണ് വേണ്ടത്. എന്റെ സാറേ, സയന്റിഫിക്കലി ഇതൊക്കെയാണ് ശരിയെന്ന് ഞങ്ങൾക്ക് അറിയാഞ്ഞിട്ടല്ല. പക്ഷെ ചില കേസിൽ ഇടി ചെയ്യുന്ന ഗുണമുണ്ടല്ലോ. ഐ സെക്കൻഡ് ഇറ്റ്. ആ കിട്ടുന്ന ഇടിയുടെ ഓർമ്മയുണ്ടാവും പാവം കുട്ടിയുടെ നേർക്ക് കൈ ഓങ്ങുമ്പോ. പിന്നല്ലാതെ ഞാനൊരു സാധാ പോലീസ് കോൺസ്റ്റബിളുടെ മോള്. അക്കാഡമി ട്രെയിനിങ്ങിനേക്കാളും എന്നെ പലപ്പോഴും ഹെൽപ്പ് ചെയ്യണത് ആ ബാക്ക്ഗ്രൗണ്ടിന്റെ പ്രാക്ടിക്കൽ സെൻസാണ്. ഇറ്റ്സ് അപ് ടു യു. ഒന്ന് വിളിച്ച് വാൺ ചെയ്യുന്നേ തെറ്റില്ല. അന്വേഷിച്ചിട്ട് റിപ്പോർട്ട് ചെയ്യണം. ശരി. ആരാ? പ്ലംബറാണ് സാർ. ലീക്ക് കൊണ്ട് വരണോന്ന് പറഞ്ഞു. നിന്റെ പേരെന്താ? മണിയെ. മണിയൻ. ASP ഓഫീസിലെ പ്രശ്നം. നീ വാ. ടൂൾസ് ഒക്കെ പിന്നെ കേറിവാടോ. നീ എവിടത്തുകാരനാടാ? തിരുവനന്തപുരമാണ് സ്വദേശം. മാഡം ഇവിടെ വന്നിട്ട് എത്ര കാലായി? ഇവിടെ വന്നിട്ട് കുറെ കൊല്ലങ്ങളായി. നിനക്ക് പിള്ളേർ എത്രയുണ്ട്? 3. അതില് മൂത്ത ആൺകുട്ടിയെ നീ അനാവശ്യമായിട്ട് തല്ലാറുണ്ടോ? ഇല്ല മാഡം. എന്റെ കീഴിലുള്ള ഏതെങ്കിലും പോലീസുകാരനെ കൊണ്ട് ചെയ്യിക്കാവുന്ന കാര്യമുള്ളൂ ഇത്. പക്ഷെ ഞാൻ കൈമെനക്കെടുത്തത് എന്തിനാണെന്നറിയോ? ഒരു പെണ്ണിന്റെ കയ്യിൽ നിന്ന് ചെകിടത്ത് കിട്ടിയ ഓർമ്മ നിനക്കുണ്ടാവാൻ വേണ്ടിട്ടാ. ഇനി നീ ആ കുട്ടിയെ തൊട്ടും ഞാൻ അറിഞ്ഞ ടൗട്ടിക്കൂട്ടി കളയാൻ ഞാൻ. മനസ്സിലാടാ? ഇതെന്താണെന്നറിയാ ബിനോയ്? സാറെന്താ ആളെ കളിയൊക്കെ അറിയാം. സമയം കളയാതെ. സാർ എന്നെ എത്ര വേണേലും തള്ളക്കി വിളിച്ചു. പക്ഷെ ക്യാമറ എടുത്ത് വെച്ചിട്ട് ഒരു ക്യാമറാമാനോട് ഇത് എന്താന്ന് ചോദിച്ചാ അത് വലിയ ഇൻസൾട്ടാ. എന്നാ ബിനോയ്, ഇത്രയും കാലം ഇത് നിനക്ക് ക്യാമറ ആയിരുന്നേല് ഇനി മുതൽ ഇത് നിന്റെ കണ്ണാ. യുവർ തേർഡ് ആയി. ഇതിലൂടെ വേണം നീ എനിക്ക് വേണ്ടി കാണാൻ. സാറിന്റെ കണ്ണു തുറന്നു. ഇത് വാങ്ങുന്നതിന് മുമ്പ് നീ ഒരു കാര്യം അറിയാനുണ്ട്. ടെക്നിക്കലാ? തേങ്ങ. എടാ, ഏത് ശുഭകാര്യവും തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ തേങ്ങ ഉടയ്ക്കുന്ന എന്തിനാണെന്നറിയാം? ഒരു തേങ്ങയല്ലേ സാറേ, അത് ഉടയ്ക്കാനുള്ളതല്ലേ? എടാ പോത്തെ. യെസ് സാർ. അഹംബോധം, അതിനെയാണ് ഉടച്ചു കളയുന്നത്. എന്ന് വെച്ചാൽ നീ വലിയ ക്യാമറമാനും പുല്ലും ഒന്നും അല്ല എന്ന തിരിച്ചറിവിന്റെ വിനയമുണ്ടാകണം നിന്റെ ഉള്ളിൽ. മനസ്സിലായ? നീ നേരെ പോകുന്നത് തൊട്ടടുത്തുള്ള ബിവറേജസ് ഔട്ട്ലെറ്റിലേക്കാണ്. സാറ് തുടങ്ങാൻ തീരുമാനിച്ചോ? നന്നായി. ഇഡിയറ്റ്. കള്ളു വാങ്ങാനല്ല, നീ ഷൂട്ട് ചെയ്യാനാണ് അവിടേക്ക് പോകുന്നത്. രാവിലെ മുതൽ രാത്രി വരെ തുറന്നിരിക്കുന്ന ബിവറേജസ് ഔട്ട്ലെറ്റുകൾക്ക് മുന്നിൽ വരി നിന്ന് മനുഷ്യ ചങ്ങലയായി പിന്നെ പല വഴി പിരിഞ്ഞു പോകുന്ന മനുഷ്യരെയാണ്, അവരുടെ ലൈഫിനെയാണ് നീ ഷൂട്ട് ചെയ്യുന്നത്. സ്റ്റാർട്ട് ക്യാമറ. എന്റെ കൊച്ച, എനിക്ക് ആരുമായിട്ടും ബന്ധപ്പെടണ്ട. ഈ പ്രായത്തിൽ പീഡന കേസിലകത്ത് പോവുകയും വേണ്ട. ബന്ധപ്പെടാന് വേറെ പണിയില്ല. സ്വന്തം ഭാര്യയായിട്ടില്ല, പിന്നല്ലേ നാട്ടുകാരുമായിട്ട്. പിന്നെ വിളിക്കണേ, ഞാനൊരു മീറ്റിംഗിലാണ്. ഇന്ന് എന്നെ പ്രതീക്ഷിക്കേണ്ട പോലാളി. ഭാര്യയ്ക്ക് സുഖമില്ല. ഞാനിപ്പോ ആസ്പത്രിയിലുള്ളത്. ഇനി ഞാൻ തിങ്കളാഴ്ച പണിക്ക് കയറുള്ളൂ. എന്താ അരിയില്ലേ വെക്കണ്ടടി? ഞാൻ നിന്നോട് പറഞ്ഞിട്ടുണ്ട് പണിസ്ഥലത്തേക്ക് വിളിക്കരുതെന്ന്. ഫോണ് വെക്കടി. പൊന്നുമോനെ, ഇത് എന്താണ് പരിപാടി? ഒന്നുമില്ലേട്ടാ, ചേട്ടനൊരു പടം എടുക്കുന്നതാ. പടം എടുത്തോ? അനുവാദം ചോദിക്കണം. എക്സ്ക്യൂസ് മീ, can I take a picture എന്ന് ചോദിക്കണം. അതാ മര്യാദ. എടുത്തോ. ഒഴിക്കടാ. ഫോട്ടോ എടുക്കുന്ന ക്യാമറ, വീഡിയോ ക്യാമറ. ആണോ മോനെ? അതെ. ഇതില് സ്റ്റില്ലും എടുക്കാം, വീഡിയോയും എടുക്കാം. ടെലിവിഷൻ ചാനലാണ്. എടാ, തറവാട്ടി പറഞ്ഞ പിള്ളേര് ബിവറേജസിന്റെ മുമ്പിൽ വരിവരിയായി നിൽക്കുന്നത് ക്യാമറയിൽ എടുത്തൊന്നും ഈ ടെലിവിഷനിൽ കാണിക്കില്ലടാ. മാന്യന്മാരെ അപമാനിച്ചോണ്ടല്ലോ കാര്യം തല്ലി. ഞാൻ ടെലിവിഷൻ ചാനലിൽ നിന്നല്ല, വെറുതെ ഒരു രസത്തിന്. വെറുതെ രസം. നീ ഇതിന്റെ തന്തയുടെ ശവം കുളിപ്പിക്കുന്ന ക്യാമറ എടുക്കൂടാ. കൊറേ നേരെ ക്യാമറയും കൊണ്ട് ഇവിടെ കറങ്ങുന്നു. ഓടി തൊലയണ്ട.
ഇവരെല്ലാം அதை ഫോക്കസ് பண்ணுவாங்க. A day in the life of a chronic alcoholic. അതാണ് നമ്മുടെ അടുത്ത പ്രോജക്റ്റ്. പരിപൂർണമായും മദ്യത്തിന് അഡിക്റ്റ് ആയ ഒരാളിന്റെ ഒരു ദിവസത്തെ ജീവിതം അയാൾ അറിയാതെ നമ്മൾ ഷൂട്ട് ചെയ്യുന്നു. അടിയപ്പ കിട്ടിയെന്ന് ചോദിച്ചാൽ മതി. അടി കിട്ടാൻ നോക്കേണ്ടത് നിന്റെ ജോലി. നീ കുറച്ചുകൂടെ സെൻസിബിൾ ആയി മൂവ് ചെയ്യാൻ നോക്കണം. ഒരാളെന്ന് പറയുമ്പോ ആരായി ഒരാള്? മരണത്തിലേക്കുള്ള ടിക്കറ്റ് വാങ്ങി ധൃതി വെച്ച് നടക്കുന്ന ഒരാൾ. നമ്മുടെ നായകൻ മണിയനാണ്, പ്ലംബർ മണിയൻ. അതിന് അയാള് സമ്മതിക്കുമോ? പൊട്ട, അവൻ അറിയാതെ അവന്റെ കൂടെ സഞ്ചരിച്ച് നീ അത് ചെയ്യണം. ഹാൻഡിഡ് ക്യാം ഷൂട്ട്, മൊബൈൽ ഫോൺ, ഹാൻഡിക്യാം, അതൊക്കെ നടക്കൂ സാർ. ഒരു തൊഴിലും പഠിക്കാം, നമ്മുടെ കാര്യവും നടക്കും. അതിനാദ്യം നിന്റെ ഈ പൂവാലൻ ലുക്ക് മാറ്റി നീ ഒരു പാവം പയ്യനാവണം. സാറിന്റെ നാട്ടുകാരനാ? അതെ മണിയാ, ഇവന്റെ അച്ഛനെ എനിക്കറിയാം. ഈ പാവ ഈ ചെറുക്കൻ ഗതി പിടിച്ച് കാണാത്തില് വലിയ വിഷമത്തില്ല. നീ കൂടെ നിർത്തിക്കോ ഒരു സഹായിയായിട്ട്. ഒരു തൊഴില് പഠിക്കാമല്ലോ. നീ കാശൊന്നും കൊടുക്കണ്ട, അതൊക്കെ ഞാൻ നോക്കി. അതൊന്നും കുഴപ്പമില്ല സാർ, കൂടെ നിൽക്കട്ടെ. ഓർമ്മ വേണം, അദ്ദേഹം ചെയ്യുന്നതെല്ലാം കൃത്യമായി പകർത്തിയെടുക്കണം കേട്ടോ. അയാള് ഭയങ്കര വെള്ളമാണ്, ഇപ്പൊ തന്നെ അടിച്ചിട്ടുണ്ട്. പോത്തെ, അതല്ലേ നമ്മുടെ സബ്ജക്ട്. ഹലോ എന്നാ എന്തോന്ന് ഹലോ എന്ന് ഫോൺ വിളിക്കുമ്പോ ഹലോ എന്നാണ് അടി പറയണേ. എന്തോന്ന് വിളിയാക്കണം, മനസ്സിലായ? എന്തിനു വിളിച്ചെന്നാ? എനിക്ക് സൗകര്യം ഉണ്ടായിട്ട് വിളിച്ചേ. നീ ഇപ്പൊ എവിടെ? പണിയാ? നിന്റെ പണി ഞാൻ താമസിയാൻ നിർത്തുവേ. പകരം നീ എന്റെ അടുത്ത് ന്യായം പറയാൻ പറയല്ലേ. ഫോൺ വെക്കടി. പിടിയടാ. നീ വന്നേ. നീ എന്റെ മക്കളെ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടുണ്ട്. ഇളയ രണ്ട് പെൺകുച്ചകൾ അങ്ങനെ എന്നെ പോലെ വെളുപ്പല്ലേ? അതെ, മേസ്തിരിയുടെ ഗ്ലാമർ അവർക്ക് കിട്ടിയിട്ടുണ്ട്. അതൊക്കെ തന്നെ. പക്ഷെ മൂത്ത ചെറുക്കനോ അവൻ കറുപ്പല്ലേ? ശകലം. ശകലമല്ല, കറുപ്പാണ്. അതെങ്ങനെ പറ്റി? ഞാനും വെളുപ്പ്, അവളും വെളുപ്പ്. അതിപ്പോ കറുത്തിട്ടും വെളുത്തിട്ടും അല്ല മേസ്തിരി മനുഷ്യന്മാര്. നീ എന്നെ വകുപ്പൊന്നും പഠിപ്പിക്കല്ലേ. ഞാൻ പറഞ്ഞോണ്ട് കേട്ടാ മതി, കേട്ടാ? ആ ചെറുക്കൻ എന്റെ അല്ല തന്നെടേ. 8ാം മാസത്തിലാണ് ആ പയലിനെ അവള് പെറ്റിട്ടത്. എന്ന് വെച്ചാ അവൾ എന്റെ വീട്ടിലേക്ക് വന്ന് കേറുമ്പോ ആ ചെറുക്കൻ അവളെ വയറ്റിലുണ്ട്. മനസ്സിലായ? നീ എന്തിനവിടെ? ഇവിടെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടൊരു മാറ്റർ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് നീ ഏണി കയറി പോടാ. ഇങ്ങോട്ട് വേടാ. ആളിനെ എനിക്കറിയാം, നമ്മളെ മേശയുടെ വേറൊരു ശിഷ്യനാ. അവൻ ഇപ്പൊ ദുബായിൽ നിന്ന് വന്നിട്ടുണ്ട്. ഇന്നലെ ഞാൻ ഒരു നോട്ടം കണ്ടവനാ. കണ്ട, ഇവനും നിന്നെ പോലൊരു ശിഷ്യനാ. നല്ല സമയത്ത് ദുബായി കയറിയ 10 കാശുണ്ടാക്കി. നീയോ റാണോ നടന്നോ? കാശിനുള്ളത്. പങ്കയത്തിന് മോനും ഒക്കെ സുഖമല്ലടാ മണിയാ. പങ്കയത്തിന് മോൻ മാത്രമല്ല, മക്കളുടെ വേറെ ഉണ്ട്. അതിന് മാത്രം ഒരു കുറവ്. ഈ പിള്ളേരെ ഉണ്ടാക്കിയത് എനിക്ക് വയ്യ. അവൻ വരും, അവളെ കാണാനും അവന്റെ മോനെ കാണാനും. നീ ഇത് കണ്ട? അന്ന് ഞാൻ 2 എണ്ണത്തിന് ഇതിൽ കോർത്തെടുക്കും. നീ ഒരു പണി പഠിക്കാൻ വന്നല്ലേ? എന്നിട്ട് ഗുരുദക്ഷിണ തന്നാ? ഇല്ല. പോയി ക്വാർട്ടർ വാങ്ങിച്ചോണ്ട് വാ. ആ സൂപ്പർവൈസർ ഒരു വള്ളം തെറിയും വിളിച്ച് അവിടുന്ന് പോയത്. അയാൾ വരുന്നതിന് മുമ്പ് ഇതൊക്കെ തീർക്കണ്ടേ? അയാളമ്മക്ക് ഞാൻ വായിക്കേറിട്ടോളാം. നീ പോയി സാധനം ഇതെന്തോന്നടേ? ഏണി വെച്ച് കളിക്കാതെ പോയി സാധനം വാങ്ങിച്ചോണ്ടോടാ. മോനെയൊക്കെ വെച്ച് എന്നെ വേണം പറയാൻ. അതെന്റെ കൊച്ചല്ല. 2 എണ്ണത്തിന് ഞാൻ ഇതിൽ കോർത്തെടുക്കും. ഇയാളാ ചേട്ടത്തിയെ തട്ടിക്കളയോന്നാ എന്റെ പേടി. അങ്ങനെ സംഭവിക്കാം. നമ്മൾ എത്ര വാർത്തകൾ കേൾക്കുന്നുണ്ടോ ഈ ദിവസവും. ആൽക്കഹോളിക് ആകുന്ന ഒരാളിന് ഉണ്ടാവുന്ന മനോരോഗമാണ് ഒരുതരം പാരനോയിഡ് ഡിസോർഡർ. ഒഥല്ലോ സിൻഡ്രോം, മോർബിഡ് ജലസി. മെഡിക്കൽ സയൻസിൽ അങ്ങനെയൊക്കെയാണ് അതിനെ വിളിക്കുന്നത്. അമിത മദ്യപാനം ഒരാളുടെ സെക്ഷൽ പൊട്ടൻസിയെ ബാധിക്കും. ഒരു തരത്തിൽ അതിന്റെ പാർശ്വഫലമാണ് ഭാര്യയുടെ നേർക്ക് നീളുന്ന സംശയത്തിന്റെ കണ്ണ്. സ്വന്തം ഭാര്യയുടെ ജാരൻ എന്നൊരു കഥാപാത്രത്തെ അവന്റെ കള്ളിൽ ചീഞ്ഞുപോയ തലച്ചോറുണ്ടാക്കിയെടുക്കും. എന്നിട്ട് തന്റെ ചുറ്റുപാടിൽ നിന്ന് ഒരാളെ കണ്ടെത്തി ആ വേഷം ഒടുവിക്കും. എന്നാൽ അവനോട് മല്ലിടാനുള്ള കരുത്ത് കാണിക്കില്ല. നീ ശ്രദ്ധിച്ചിട്ടില്ലേ, മിക്ക വാർത്തകളിലും ജാരനല്ല ഭാര്യയാണ് ഈ ഉന്മാദത്തിന് ഇരയായി ചാവുക. അവിടെയെല്ലാം ഭാര്യ ഒരു വളർത്തു മൃഗത്തിന് തുല്യമാണ്. നായാട്ടിന്റെ ആയാസങ്ങളൊന്നുമില്ലാതെ കൊല്ലാൻ കഴിയുന്ന വേട്ടക്കാരനോട് വിധേയത്വമുള്ള മിണ്ടാം പ്രാണി. നമ്മൾ മണിയന്റെ വീട്ടിനുള്ളിലേക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നു. നമുക്കറിയാം അന്തസ്സില്ലായ്മയുണ്ട് അതിൽ. എങ്കിലും നമുക്ക് കാണേണ്ടിയിരിക്കുന്നു എന്താണ് ആ വീട്ടിനുള്ളിലെ മണിയനെന്ന്. நீ இது பார்த்துருக்கியா அந்த ஐபிஎஸ் சொல்யூஷன்? நீ வந்து அது இது பண்ண அது வேப்பரா. ஸோ சேம் தான் அதுவும்.
அந்த பாட்டிலில் இருக்கிற வரைக்கும் தான் பயங்கர. இப்போ நம்ம இது குடிக்கும் போது காலையில் ஏஞ்சினா ரொம்ப டீஹைட்ரேட்டடாக இருக்கும் ഒരു പ്രയോഗം அந்த மாதிரிலாம் ஃபுல்லாக இருந்தோம்னா പാരമ്പര്യമായി കിട്ടിയ കഴിവാണോ അതോ സത്യത്തിൽ ഇതാണോ തൊഴിൽ? സാറ് തന്നെ അത് പറയണം. ആ പ്ലംബറിന്റെ തെറിയും തൊഴിയും സഹിച്ച് കൂടെ നടക്കല്ലേ. വീട് കുത്തി തുറക്കുന്നത് പുള്ളി അറിഞ്ഞാലേ ഭാര്യയെ കൊല്ലാൻ കൊണ്ടു നടക്കുന്ന ഇരുമ്പിന്റെ മൂർച്ച നോക്കുന്നത്. ആ ക്യാമറാസ് പല സ്ഥലത്തായിട്ട് ഫിക്സ് ചെയ്യും. ഞാൻ പുറത്തേക്കാം. ഓട്ടയെ പൊട്ടി മറിച്ചിട്ട് വന്നിട്ടാര്. എന്താ? ഞാൻ മണിയനെ ഒന്ന് കാണാൻ വന്ന. ആ കൂലി അഡ്വാൻസ് ആയി വാങ്ങിയിട്ട് പിന്നെ ആ വഴിക്ക് വന്ന് കണ്ടല്ലേ? കറക്റ്റ്. അപ്പൊ അയാളുടെ സ്വഭാവം എല്ലാവർക്കും അറിയാല്ലേ? അലവലാതിയാണ് സാറേ. മൂക്കറ്റം കുടിച്ചു വന്നിട്ട് ആ പാവം പെണ്ണിനെയും മക്കളെ എന്നും എടുത്തിട്ട് ചളുക്കും. ഞാൻ എന്തായാലും കണ്ടിട്ടേ പോകുന്നുള്ളൂ. എപ്പോഴായാലും വരുമല്ലോ. ആ എന്നാ ശരി. അഞ്ചാംഗിളിൽ സംഗതി ഫിക്സ് ചെയ്തിട്ടുണ്ട്. വൈകുന്നേരം അവന്റെ കൂടെ വന്ന ക്യാമറാസ് ഓൺ ചെയ്യണം. എല്ലാം ഒരു 3 മണിക്കൂർ വർക്ക് ചെയ്യും. പിന്നെ നാളെ നീ കളക്ട് ചെയ്യണം. അത് സാറ് വിട്. ഇതാണ് വീട്. അതെ സാർ. 2 പേര് പിന്നിലത്തെ ഡോറിലേക്ക് പോ. ഇറങ്ങി ഓടാൻ ശ്രമിച്ചാൽ പൊക്കിക്കൊള്ളണം. വിളിക്കേ. മണിയനല്ലേ മോനെ? ആ ഒന്ന് വന്നേ മണിയാ. എന്താ സാർ? വാ എടുത്ത് കയറ്റിക്കോ. അങ്ങോട്ട് കേറാം. ഇവനെ കൊണ്ടുപോകാനുള്ള വെഹിക്കിൾ റെഡി അല്ലേ? റെഡിയാണ് മാഡം. മാഡം ഇവന്റെ മൊബൈൽ ഫോൺ അതിന്റെ സിം ഊരിട്ട് തിരിച്ചു കൊടുത്തേക്ക്. അവൻ ഇനി അതിന്റെ ആവശ്യം വരില്ല. വാ മാഡം. ഞാൻ അലക്സേ കൊണ്ടുപോയിക്കോ, അല്ലെങ്കിൽ എന്റെ സർവീസ് റിവോൾവറിനൊരു ബുള്ളറ്റ് വേസ്റ്റ് ആവും. മാഡം ഞാൻ നടക്കടാ. ഷോ ദ സ്പിരിറ്റ് എന്ന ഈ പ്രോഗ്രാം ആദ്യമായാണ് അതിഥികൾ ആരുമില്ലാതെ അവതാരകൻ മാത്രമായി നടക്കുവാൻ പോകുന്നു. ആ ഇരിപ്പിടത്തിൽ ആരുമില്ല എന്നത് ഫിസിക്കലായി മാത്രമേ പറയാൻ കഴിയൂ. അവിടെ ഒരാളിരിപ്പുണ്ട്. അത് രഘുനന്ദൻ എന്ന ഈ ഞാൻ തന്നെയാണ്. കൺഫെഷൻ എന്ന് വേണമെങ്കിലും ഈ പ്രോഗ്രാമിന് പേര് നൽകാം. രഘുനന്ദൻ എന്ന ഈ ഞാൻ കഴിഞ്ഞ 25 വർഷങ്ങളായി മദ്യപിക്കുന്ന ഒരാളാണ്. അല്ലെങ്കിൽ ആയിരുന്നു. മദ്യപിച്ചുകൊണ്ട് ഞാൻ പ്രഭാതങ്ങളെ സ്വീകരിച്ചു. പകലുകൾ മദ്യപാനത്തിന്റെ പകൽ പൂരങ്ങളായിരുന്നു. രാത്രികൾ ആർക്കും ശുഭരാത്രി നേരാനില്ലാതെ, ആരിൽ നിന്നും നല്ല സ്വപ്നങ്ങൾ കാണുക എന്ന ആശംസ വാക്കുകൾ കേൾക്കാതെ ഉറക്കത്തിലേക്ക് കാലിടറി വീഴുകയായിരുന്നു പലപ്പോഴും ഞാൻ. ഒടുവിൽ ഒരു നാൾ കടുത്ത പിരിമുറക്കത്തോടെ തന്നെ ഞാൻ എന്റെ അവസാനത്തെ ഡ്രിങ്ക് ഗ്ലാസ് എറിഞ്ഞുടയ്ക്കുകയായിരുന്നു. പതിയെ തെളിഞ്ഞു വന്ന ബോധത്തിന്റെ സൂര്യ വെളിച്ചത്തിൽ എന്റെ മുന്നിൽ മണിയൻ എന്നൊരാളുണ്ടായിരുന്നു. മണിയന്റെ ദിനചര്യയിലേക്ക് കണ്ണു നീട്ടിയപ്പോൾ ഞാൻ കണ്ടത് എന്നെ തന്നെയാണ്. 5 വിദേശ ഭാഷകൾ സംസാരിക്കാൻ കഴിയുമെന്ന എന്റെ അഹങ്കാരത്തിന് മുന്നിൽ ഭൂഗോളത്തിൽ കാലുകുത്താൻ ഭൂഖണ്ഡങ്ങളും ദ്വീപുകളും അവശേഷിക്കുന്നില്ല എന്ന് വീമ്പ് പറയുന്ന ഞാൻ എന്ന സഞ്ചാരിയുടെ മുന്നിൽ വായിക്കുവാൻ ബാക്കി അച്ചടിക്കപ്പെട്ട വിശ്വസാഹിത്യ കൃതികളൊന്നുമില്ല എന്ന എന്റെ ധാർഷ്ട്യത്തിന് മുന്നിൽ മണിയൻ ഒരു അന്യഗ്രഹ ജീവിയെ പോലെ വന്നു നിന്നു. പിന്നെ ഞാൻ തിരിച്ചറിഞ്ഞു, അയാൾ എനിക്കൊട്ടും അപരിചിതനല്ല. അത് ഞാൻ തന്നെയാണ്. ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത ഞാൻ. മണിയനോട് ഒരിക്കലും ഞാൻ ചോദ്യങ്ങളൊന്നും തന്നെ ചോദിച്ചിട്ടില്ല. ഉത്തരം മുട്ടിക്കുന്ന ചോദ്യങ്ങൾ ഏത് അയാളെ ട്രാപ്പ് ചെയ്തിട്ടുമില്ല. പകരം എന്റെ യുവ സുഹൃത്ത് ബിനോയ് എന്ന ക്യാമറാമാൻ എനിക്ക് വേണ്ടി മണിയന് പുറകെ സഞ്ചരിച്ചു. എ ഡേ ഇൻ ദ ലൈഫ് ഓഫ് എ ക്രോണിക് ആൽക്കഹോളിക്. ഒരു മുഴു മദ്യപാനിയുടെ ജീവിതത്തിൽ നിന്നും ഒരു ദിവസം. അനേകമായിരം കോടി രൂപയുടെ ലാഭം പ്രതിവർഷം സംസ്ഥാന സർക്കാരിന് നേടിക്കൊടുക്കുന്ന, കേരളത്തിൽ ഇന്ന് പ്രവർത്തിക്കുന്നതിൽ വെച്ച് ഏറ്റവും ലാഭകരമായ ബിസിനസ് സാമ്രാജ്യത്തിന്റെ പെരും ഭണ്ണാരം നിറയ്ക്കുന്നവരിൽ ഒരാൾ. നിങ്ങൾക്കറിയാം അയാളെ, മണിയനെ. അല്ലെങ്കിൽ നിങ്ങളാണ് അയാൾ. നമുക്ക് കാണാം മണിയന്റെ ഒരു ദിവസം. ഞാൻ 2 ദിവസം കഴിഞ്ഞു തരാം. എടുക്കണം. ആളവടിയാക്കണം. State side studios are
വേണേ വന്നിരുന്ന് കഴുകി കഞ്ഞി. ഞാൻ കണ്ടിട്ടുണ്ട്. ഇളയ 2 പെമ്മക്കളെ എന്നെ പോലെ വെളുത്തല്ലേ ഇരിക്കണേ. അതെങ്ങനെ പറ്റി? ഞാനും വെളുപ്പ്, അവളും വെളുപ്പ് തന്നെടേ. കൊച്ചു വയറ് നിറച്ച് കഴിക്കണട്ടാ. നീ എന്താണ് എവിടെ മാത്രം എടുത്ത് ഊട്ടണത്? സ്നേഹം അത് തീർത്തണേ. നിന്നെ കൊല്ലൂടാ. ഒന്നും ചെയ്യലച്ചാ. അമ്മേനൊന്നും ചെയ്യലച്ചാ. നിനക്ക് സ്നേഹം കൂടി നിന്നെ തീർത്തരാടി. നിന്നെ ജീവനോടെ വെച്ചോണ്ടിരിക്കുന്നു. ചെറുക്കന്റെ തന്ത ഞാൻ കണ്ടടി. തീർത്ത് തരാ രണ്ടിന്. എന്താടി മോങ്ങണത്? അവക്ക് ചോറെടുത്ത് വെച്ച് ഊട്ടണം. അവളെ അമ്മയുടെ ചോറ് ഞാൻ കാണിച്ചാലാണ് കൊന്നുകളെ. ആരോടെ ഉണ്ടാവില്ല ചോദിക്കാൻ. കുപ്പിയും തീർന്നു പരാതി. അവക്ക് ചോറ് കൊടുക്കാൻ കണ്ട സമയം. എല്ലാത്തിനും ഉണ്ടല്ലോ, എല്ലാത്തിനും ഞാൻ ആരും പിരിച്ചളയും. ഒരു ചോദിക്കാൻ വരില്ലടി. ഒരാളിന്റെ വ്യക്തി ജീവിതത്തിലേക്ക് ഒളി ക്യാമറ കണ്ണുകൾ പായിച്ച് അത് അനവധി കോടി ജനതയുടെ മുന്നിൽ പ്രദർശിപ്പിച്ച് പിന്മാറുകയല്ല ഞാൻ ചെയ്യുന്നത്. മണിയൻ എന്ന മനുഷ്യനോട്, അയാളുടെ കുടുംബത്തിനോട് സത്യത്തിൽ ഞാൻ ചെയ്തത് നിലവാരമില്ലാത്ത വില കുറഞ്ഞ അപരാധമാണ് എന്ന് ചിലർക്കെങ്കിലും തോന്നാം. പക്ഷെ മണിയൻ അവരോട് യോജിക്കില്ല. കാരണം മദ്യപാനം എന്ന ശീലത്തിന്റെ അടിമത്തത്തിൽ നിന്ന് പതിയെ മോചിതനായി സുഗന്ധമുള്ള സൂര്യവെളിച്ചത്തിൽ കുളിച്ചു നിൽക്കുകയാണ് അയാൾ ഇപ്പോൾ. മണിയൻ, എന്റെ സഹോദര, കാണുന്നുണ്ടോ താങ്കൾ ഈ പ്രോഗ്രാം? എനിക്കറിയാം, ഇത്തിരി നനഞ്ഞ കണ്ണുകളുമായി അയാൾ ഇത് കാണുന്നുണ്ട്. ഒരു പുനരധിവാസ കേന്ദ്രത്തിലാണ് മണിയൻ ഇപ്പോൾ ഉള്ളത്. അദ്ദേഹത്തിന്റെ ഭാര്യ പങ്കജവും കുട്ടികളും മറ്റൊരു ആശ്രയത്തിന്റെ വൻ മരഛായയിലുണ്ട്. നമുക്കതും കാണാം. ഹൗസ് കീപ്പിംഗ് ഇൻചാർജ്, അങ്ങനെയൊക്കെ ആയിരിക്കും പങ്കജത്തിന്റെ ജോലിയുടെ പേര്. ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചൊക്കെ മീര പറഞ്ഞു തന്നല്ലോ. ഗസ്റ്റ് വരും മുമ്പും പോയ ശേഷവും മുറികൾ വൃത്തിയായി സൂക്ഷിക്കുക. അതിന് സഹായികളൊക്കെ ഉണ്ടാവും കേട്ടോ. അടുത്ത ആഴ്ച ഞങ്ങൾ പോവും അമേരിക്കക്ക്. ശരി കൊച്ചമ്മ. കൊച്ചമ്മന്നൊന്നും വിളിക്കണ്ട, മീര. പിന്നെ കുട്ടികളുടെ കാര്യം, അവരിനി പഠിക്കാൻ പോകുന്നത് ചോയ്സ് സ്കൂളിലാണ്. അയ്യോ, അതൊക്കെ കാശുള്ള വീട്ടിലെ കൊച്ചുങ്ങൾ പഠിക്കുന്ന സ്കൂളല്ലേ. 3 പേരെയും ഫീസ് ഒന്നും വാങ്ങാതെ പഠിപ്പിക്കാമെന്ന് രഘു സാറിന്റെ ഫ്രണ്ട് ജോസ് തോമസ്, സ്കൂളിന്റെ ചെയർമാനെ, സമ്മതിച്ചിട്ടുണ്ട്. അധികം വൈകാതെ മണിയൻ അവർക്കരികിലേക്ക് എത്തും. മണിയന്റെ കഴിഞ്ഞ കാല ജീവിതം സർവ്വസാധാരണം, അല്ലെങ്കിൽ ലക്ഷം കഥകളിൽ ഒന്ന് മാത്രം എന്നാണ് നിങ്ങൾ പറയുക. ഞാൻ അംഗീകരിക്കുന്നു. ഈ മാറ്റങ്ങൾ അസാധാരണം തന്നെയാണ്. രക്ഷയുടെ മാലാഖമാർ ഒരിക്കലും എല്ലാവരിലേക്കും പറന്നിറങ്ങാറില്ല. ചിലർ മാത്രം ചിലയിടങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെടുന്നു. ഇനിയും ബാക്കി നിൽക്കുന്ന മറ്റിരകളോട് ഷോ ദ സ്പിരിറ്റിന് പറയാൻ ഇത്രയേ ഉള്ളൂ: തന്റെ രക്ഷകനായി താൻ തന്നെ മാറുക. ചെകുത്താനിൽ നിന്ന് ദൈവത്തിലേക്ക് കായപ്രവേശം നടത്താൻ നിങ്ങൾക്കേ കഴിയൂ. അത് നിങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. നിങ്ങളുടെ ചിറകിനടിയിൽ ചേക്കേയിരിക്കുന്ന സാധു പ്രാണികൾക്ക് വേണ്ടിയാണ്. തന്നിൽ നിറയുന്ന, തന്നിൽ നിന്ന് പ്രസരിക്കുന്ന സ്നേഹത്തിനേക്കാൾ ഉന്മാദായിയായ മറ്റൊരു ലഹരിയും ആരും ഇന്ന് വരെ ഒരു കുപ്പിയിലും നിറച്ചിട്ടില്ല. ഐ ആം രഘുനന്ദൻ, സൈനിങ് ഓഫ് ഫ്രം ഷോ ദ സ്പിരിറ്റ്. Hi sir, congrats. Well done sir, it is amazing. ഈ ഒരു രാത്രിക്ക് വേണ്ടി ഒരെണ്ണം പ്ലീസ്. Take it. Come on. Cheers. Cheers. വേണ്ടായിരുന്നു. 1 minute. എന്ത് പോക്കറ്റിലാണോ കാണിച്ചേ? ഒന്ന് പോടോ. സണ്ണി ഒന്ന് നോക്ക് പ്ലീസ്. ഒരു പ്രോബ്ലം ഇല്ല. What happened? ഹേ നത്തിങ്. അടുത്ത ഫ്രൈഡേ ഞങ്ങൾ യുഎസിന് പോകും. സണ്ണിയുടെ വീസ കിട്ടിയിട്ടില്ല. അവന് വരണമെന്ന് നിർബന്ധമില്ലെങ്കിൽ, എന്റെ കൂടെ നിൽക്കാൻ അവന് പ്രോബ്ലം ഇല്ലെങ്കിൽ ഞാൻ നോക്കിക്കോളാം. ഞാൻ ചോദിക്കാം. കം.
My son. നമുക്ക് കുറച്ചു കാലം ഒരുമിച്ച് ജീവിച്ചാലോ? ஸ்பிரிட் சோஷியல் மெசேஜ் இதுக்கு வந்து குடியை நிறுத்தினீங்கன்னா வாழ்க்கை நல்லபடியாக மாறும் அப்படின்ற மாதிரி. இதாவது இப்போ வந்து பார்த்தீங்கன்னா சஸ்பென்ஸ் த்ரில்லர் தான் வந்து அந்த மாதிரி பண்ணுறாங்க. புரியல. படம் ஃபுல்லாக வந்து என்ன நடந்து தெரியாது, ஆனால் கடைசி 10 மினிட்ஸில் வந்து யாராவது சொல்லுவாங்க. ஸோ அந்த மாதிரி படம் ஃபுல்லாக என்ன நடந்து கடைசியில் வந்து குடிக்காதீங்க, அவேர்னஸ் மூவி. ஸோ வந்து அது வந்து எஸ்டாப்ளிஷ் பண்ணணும். அது குடிக்கிறது தப்புன்றது எஸ்டாப்ளிஷ் பண்ணணும். ஆனால் அது ஓவராக காட்டின மாதிரி எனக்கு 2 hours 20 minutes வந்து ஃபுல்லாக காட்டி. ஸோ அதுதான் வந்து எனக்கு ரொம்ப இது அது ஓகே. ஏன்னா ஒருத்தர் இறந்துட்டார் குடிச்சிட்டு, அவர் லிவர் ஃபெயிலியரில் வந்து இறந்துட்டார் அப்படின்ற மாதிரி காட்டி தான் ஆகணும். ஏதாவது மேஜர் இன்சிடென்ட் காட்டிட்டு தான் நம்ம பேட் பர்சனாக இருந்து குட் பர்சனாக மாற்ற முடியும். ஆனால் வந்து ஃபுல்லாக லைக் வந்து எப்படின்னா தண்ணி குடிக்கிற மாதிரி குச்சினேங்கிறாங்க. நம்ம சாஃப்ட் ட்ரிங்க்ஸ் குடிக்கிறோம்ல அந்த மாதிரி. இப்போது இந்த படம் வந்து நம்ம வந்து இந்த மாதிரி வந்து ஓடிடியில் பார்க்குற மாதிரி பார்த்துன்னு இருக்கிறோம்னு வச்சுக்கேன். ஃபர்ஸ்ட் ஹாஃப் கழிச்சு படம் வந்து ஆஃப் பண்ணிட்டு நான் நாளைக்கு பார்க்குறேன்னு சொன்னால் அவனோட மென்டாலிட்டி எப்படி இருக்கும்? படம் ஃபுல்லாக பார்த்தா தானே குடிக்க வேணும்னு தோணும். குச்சினேங்கிறாங்க. அதுதான் வந்து ஒரு மாதிரி இருந்தது. ஸோ அதுவும் இல்லாமல் வந்து எனக்கு ஒரு விஷயம் என்னன்னா, குடிக்கிறது நார்மலைஸ் பண்ண மாதிரி இருந்தது. ஏன்னா அந்த டிவோர்ஸ்டு ஒய்ஃப் அப்பப்போ பார்ட்டி வைக்கிறாங்க, எல்லாத்துக்கும் அவங்க பார்ட்டி வைக்கிறாங்க. குச்சினே தான், அதுலேயும் குச்சினே தான் இருக்கிறாங்க. அது நார்மலைஸ்ட் ஆன மாதிரி. முன்னாடிலாம் நீ பார்த்துன்னு வச்சுக்கோங்க, என்னப்பா அவன் குடிக்கிறான், அவன் கெட்டவனாக இருப்பான் போல அப்படின்ற மாதிரி ஒரு பொட்ரேட். பணக்காரன் குடிக்கிறான், அதாவது ஏழை குடிச்சா தப்பு, ஏழை குடிச்சா அந்த மாதிரி இருந்தது. பட் ஆனால் சோஷியல் மெசேஜ் இருந்தது. ஐ மீன் லைக் இது சொல்லாமல் தெரில, குடிக்கலாம் ஆனால் அளவாக குடிக்கணும் அப்படின்ற மாதிரி சொல்லி முடிச்சிருக்கலாம். ஆனால் இது வந்து குடிக்கிறதே தப்பு. ஏன்னா இது என்ன வேணும், வெற்றி சொன்ன போது குடிக்கிறதே தப்புன்னு சொல்கிறது நான் அதை அது சொல்கிறது தப்புன்னு சொல்லுவேன். குடி டீசெண்டாக குடிக்கிறது தப்புன்னு சொல்கிறதுலாம் நான் விட்டுருவேன். ஆனால் நீ ஃபுல்லாக குடிச்சிட்டு குடிக்கிறது தப்புன்னு சொல்கிறது தப்பு, அவ்வளோதான். இவர் காந்தி இது ஸ்டைல் ஃபாலோ பண்ணுறாரு பொழுது. காந்தி தான் ஒரு சின்ன ஒருத்தவங்க வந்து அவங்க பையனை கூப்பிட்டு வந்து, பையன் ரொம்ப ஸ்வீட் சாப்பிட்றான் அப்படின்னு அது பண்ணாங்கன்னா, காந்தி வந்து சரி 1 வாரம் கழிச்சு கூட்டணுமா அப்படின்ட்டு அதுக்கப்புறம் வந்து பண்ணக்கூடாது சாப்பிட கேட்டேன். ஏன் நீங்கள் முன்னாடி சொல்ல? ஏன்னா நானே வந்து நிறைய ஸ்வீட் சாப்பிடுவேன், நான் ஃபஸ்ட்டு எனக்கு கண்ட்ரோல் பண்ணிக்கிறேன், அதுக்கப்புறம் வந்து அவனுக்கு நான் உபதேசம் சொல்கிறேன். அதுதான் வந்து அந்த கான்செப்டில் பண்ணிக்கிறேன். இது எல்லார் மேலேயும் தான் வந்து தப்பு. லைக் விற்கிறவங்க மேலே, அதை காசு கொடுத்து வாங்குறவங்க மேலே, அது குடிக்கிறவங்க மேலே, அதனால அவங்க ஃபேமிலி அஃபெக்ட் ஆகுது. ஸ்டார்டிங்கில் அந்த இடம் மட்டும் தான் படம் மாதிரி இருந்துச்சு. அந்த போர்ஷன் மட்டும் தான் கொஞ்சம் அந்த ஒரு வீடியோலாம் எடுத்து கலெக்ட் பண்ணி அதுதான் பிளாட் லைன் இருந்தது. அதே குச்சினே தான் இருந்தாங்க. ஸோ ஓகே கைஸ், வந்து ஸ்பிரிட் மூவி பார்த்துட்டோம். ஸோ நம்ம அடுத்த இன்னொரு வீடியோவில் வேறு நல்ல மூவி பார்க்கலாம். ஆமாம், வந்து சரி. ப்ளீஸ் பரத் சைனிங் ஆஃப். சப்ஸ்கிரைப். தண்ணி அடிக்காதீங்க. கமெண்ட்டில் தான் இல்லை, தண்ணி வச்சுட்டு கமெண்ட் போட்டிருப்பாங்க போல்.